മോളെ ബന്ധുരെ. ഒടുവിൽ എപ്പോഴോ ദേവകി അമ്മയിൽ നിന്നും കരച്ചിൽ പോലെ വാക്കുകൾ ഉതിർന്നു വീണു. ഒരു മാസം കഴിഞ്ഞ് സന്തോഷത്തോടെ വന്നപ്പോ ഇതൊക്കെയാ നിനക്ക് കാണേണ്ടി വരുന്നത് അല്ലേ? സാരമില്ലമ്മേ, എല്ലാം ഇന്ദു തന്നെ വരുത്തി വെച്ചതല്ലേ. കുറച്ചു നാൾ കൂടി കാത്തിരുന്നെങ്കിൽ ഇതിലും നല്ലൊരു ബന്ധം കിട്ടുമായിരുന്നല്ലോ. ആ, ഇനി അനുഭവിക്കുക തന്നെ. അപ്പോഴേക്കും കൃഷ്ണപ്രിയ വരാന്തയിലേക്ക് വന്നു. ബന്ധുരേച്ചി. അവൾ ഓടി വന്ന് ബന്ധുരയെ കെട്ടിപ്പിടിച്ചു. ആ തള്ളച്ചി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതെന്ന് ബന്ധുരേച്ചി ഒന്ന് കേൾക്കണമായിരുന്നു. മുഖം അടച്ചൊന്ന് പൊട്ടിക്കാൻ പല തവണ കൈധരിച്ചതാ. ഇന്ദു ചേച്ചിക്ക് അത് ക്ഷീണമാവില്ലോ എന്ന് കരുതി ക്ഷമിച്ചതാ. ഒന്നും വേണ്ട കൃഷ്ണേ, നമ്മള് ഒന്നുമില്ലാത്തവരാ. ക്ഷമിക്കേണ്ടതും പൊറുക്കേണ്ടതും നമ്മളാ. പൂമംഗലത്തെ കേശവൻ നായരുടെ മക്കൾക്ക് അതിന് കഴിയണം. ബന്ധുര അതും പറഞ്ഞ് അകത്തേക്ക് കയറി. ഇത് അമ്മയ്ക്കുള്ള സെറ്റുമുണ്ടാ, ഇത് നിനക്കും. ബന്ധുര അമ്മയ്ക്കുള്ള കസവ് സെറ്റുമുണ്ടും കൃഷ്ണപ്രിയയ്ക്കുള്ള ഹാഫ് സാരിയും ഇരുവർ മെറൂൺ നിറത്തിലുള്ള പട്ടുപാവടയും ധാവണിയും കൃഷ്ണപ്രിയയ്ക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഇതൊന്നും വേണ്ടായിരുന്നു മോളെ, നമ്മള് കാശിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടല്ലേ. ദേവകിയമ്മ പറഞ്ഞു. അതൊന്നും സാരമില്ലമ്മേ, ബുദ്ധിമുട്ടൊക്കെ മാറിക്കോളും. ബന്ധുര പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മേശപ്പുറത്തിരുന്ന മറ്റൊരു പ്ലാസ്റ്റിക് കവറിൽ കൃഷ്ണപ്രിയ തുറന്നു. പീകോക്ക് ബ്ലൂ നിറമുള്ള ഖദർ തുണിയും ഒരു ഡബിൾ മുണ്ടും. ഇതാർക്കാ ബന്ധുരേച്ചി? കൃഷ്ണപ്രിയ ചോദിച്ചു. ഒരു നിമിഷം കഴിഞ്ഞാണ് ബന്ധുര മറുപടി പറഞ്ഞത്. ബാലചന്ദ്രൻ സാറിനാണ്. അവളുടെ ശബ്ദം തീരെ താഴ്ന്നിരുന്നു. ദേവികമ്മ മെല്ലെ അവളെ നോക്കി. എന്തൊക്കെയോ ചോദിക്കണമെന്ന് അവർക്കുണ്ടായിരുന്നു. പക്ഷെ ചോദിക്കാൻ മനസ്സ് മടിച്ചു. അമ്മയുടെ മുഖത്തെ ഭാവമാറ്റം ബന്ധുര ശ്രദ്ധിച്ചു. അമ്മയ്ക്ക് എന്തൊക്കെയോ ചോദിക്കാനുള്ളതുപോലെ. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശപ്പുണ്ടാവും. എന്നാ വന്ന് വല്ലതും കഴിക്കി. വിഷയം മാറ്റാനായി ദേവികയമ്മ പറഞ്ഞു. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ, നല്ല ഉറക്കക്ഷീണമുണ്ട്. ബന്ധുര അതും പറഞ്ഞ് തോർത്തും സോപ്പും എടുത്ത് കുളിമുറിയിലേക്ക് പോയി. ദേവികയമ്മ ബാലചന്ദ്രൻ സാറിനെ കുറിച്ചാണ് ഓർത്തത്. എല്ലാവർക്കും തുണിയെടുത്തപ്പോ ബന്ധുര മറക്കാതെ ബാലചന്ദ്രൻ സാറിനും തുണിയെടുത്തിരിക്കുന്നു. ഈ വീട്ടിലെ ദുഃഖങ്ങളിലെല്ലാം അയാള് ഭാഗഭാക്കാണ്. പാലക്കാട്ട് ജോലി സ്ഥലത്തേക്ക് ബന്ധുരയെ കൊണ്ടുപോയത് പോലും ബാലചന്ദ്രൻ സാറാണ്. അവർ തമ്മിൽ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും എന്തെങ്കിലും അടുപ്പമുണ്ടാവുമോ? അങ്ങനെ എന്തെങ്കിലും ബന്ധുരയുടെ മനസ്സിലുണ്ടെങ്കിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ. ബന്ധുര കല്യാണം കഴിച്ചു കാണാൻ തനിക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് നിൽക്കെ കുളി കഴിഞ്ഞ് ബന്ധുര വന്നു. ഉച്ചയ്ക്ക് വെച്ച ചോറും കറികളും ദേവകിയമ്മ വിളമ്പി. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കൃഷ്ണപ്രിയ പറഞ്ഞു. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ റൗഡി ദേവനാരായണൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് വലിയ ബഹളമായിരുന്നു. ബന്ധുരേച്ചിക്ക് ജോലി കിട്ടിയെന്ന് അപ്പോഴാ അറിഞ്ഞത്. അയാളുടെ കേസിന് ചേച്ചി കോടതിയിൽ ചെന്ന് രൂപ മോഷ്ടിച്ചത് ആരാണെന്ന് അറിയില്ല എന്ന് പറയണമെന്ന്. ബന്ധുരേച്ചിയുടെ അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞായിരുന്നു വഴക്ക്. അയാള് ബാങ്കിൽ വന്നിരുന്നു. ഞങ്ങൾ അഡ്രസ്സ് കൊടുത്തില്ലായിരുന്നല്ലോ ചേച്ചി. അത് കേട്ടുകൊണ്ട് വന്ന ദേവകിയമ്മയിൽ ഒരു നടുക്കമുണ്ടായി. അവൻ അവിടെ വന്നു. എന്നിട്ട് കുറെ ബഹളം വെച്ചിട്ട് പോയി. നിന്നെ ഉപദ്രവിക്കാൻ വല്ലതും? ബാങ്കിൽ എത്ര ജോലിക്കാരുണ്ട്, അതിനു പുറമെ സെക്യൂരിറ്റിക്കാരും ഉണ്ട്. പേടിക്കാനൊന്നുമില്ല. ബന്ധുര അങ്ങനെ പറഞ്ഞെങ്കിലും ദേവകിയമ്മയ്ക്ക് ഭയമായിരുന്നു. മറ്റന്നാളല്ലേ മോളെ കേസിന്റെ അവധി? മറ്റന്നാള് നീ കോടതി ചെന്ന് അനുകൂലമായി പറഞ്ഞില്ലെങ്കിൽ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ അവൻ പോയത്. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ഒരു ഗതിയുമില്ലാത്ത നമ്മുടെ 1,00,000 രൂപയാ അയാൾ പിടിച്ചു പറിച്ചുകൊണ്ട് പോയത്. അയാളെ വെറുതെ വിടാൻ പാടില്ല. ബന്ധുര ഊണ് കഴിഞ്ഞ് എഴുന്നേറ്റു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ കൃഷ്ണപ്രിയ ചോദിച്ചു. ജോലിയൊക്കെ എങ്ങനെയുണ്ട് ബന്ധുരേച്ചി? കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ നല്ല ആൾക്കാരാണോ? അവൾ വെറുതെ മോളി. തെളിയുടെ കഴിഞ്ഞപ്പോൾ ബന്ധുര ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഞങ്ങളുടെ മാനേജർ ഋഷി സാറാ. ഏത് ഋഷി സാറ്? കൃഷ്ണപ്രിയയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. കല്യാണം ആലോചിച്ച് ഇവിടെ വന്ന ബാങ്കിലെ ഋഷികേശ്. ഓ, കൃഷ്ണപ്രിയയ്ക്ക് മനസ്സിലായി. എന്നിട്ട് ആ സാറ് എന്ത് പറഞ്ഞു? ബന്ധുരേച്ചിയുടെ ദേഷ്യം വല്ലതുണ്ടോ? ഏയ്, ഒരു ദേഷ്യമില്ല. ജോലിയിൽ എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഋഷി സാറും ഭാര്യയും അവിടെ വീടെടുത്ത് താമസിക്കുക. ഋഷി സാറ് വേറെ കല്യാണം കഴിച്ചതിൽ ബന്ധുരേച്ചിക്ക് സങ്കടമില്ലേ? 2 നിമിഷം കഴിഞ്ഞ് കൃഷ്ണപ്രിയ ചോദിച്ചു. ഒട്ടും സങ്കടമില്ല കൃഷ്ണൻ. അന്ന് ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ദുവിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? ബന്ധുര ഒന്ന് നിർത്തിയിട്ട് തീർത്തും പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് എന്റെ ജീവിതമല്ല കൃഷ്ണ വലുത്. നമ്മുടെ കുടുംബം രക്ഷപ്പെടണം. അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. കൃഷ്ണപ്രിയ പിന്നെ ഒന്നും വേണ്ടിയില്ല.
പിറ്റേന്ന് നന്നെ പുലർന്നിട്ടാണ് ബന്ധുര ഉറക്കമുണർന്നത്. ഉണർന്നിട്ടും വെറുതെ കിടന്നു. ബന്ധുരേച്ചി, ബാമിനിയൊപ്പം വന്നിരിക്കണു, ചേച്ചിയെ കാണണമെന്ന് കൃഷ്ണപ്രിയ വന്നറിയിച്ചു. ബന്ധുര ഒരു നിമിഷം എന്തോ ഓർത്തു കിടന്നു. പിന്നെ മെല്ലെ എഴുന്നേറ്റു. മകനു വേണ്ടി വാദിക്കാൻ വന്നതാവും ഭാമിനിയോപ്പ. നാളെയാണ് കേസിന്റെ വിസ്താരം. അവൾ വരാന്തയിലേക്ക് ചെല്ലുമ്പോ ഭാമിനിയോപ്പ അമ്മയുമായി എന്തോ സംസാരിക്കുകയായിരുന്നു. ആ, നീ വന്നു അറിഞ്ഞു, അതുകൊണ്ടാ പുലർച്ചെ വന്നത്, ഭാമിനി വിഷാദം തുടിക്കുന്ന പുഞ്ചിരിയോടെ പറഞ്ഞു. ബന്ധുര മൗനം പൂണ്ടു നിന്നതേ ഉള്ളൂ. പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? അവിടെ നിനക്ക് സുഖാണോ? തന്നെ വശത്താക്കാനുള്ള കുശലാന്വേഷണമാണെന്ന് മനസ്സിലായി. 2-3 നിമിഷം മൂകമായി കടന്നുപോയി. എങ്ങനെ തുടങ്ങണമെന്നറിയാതെ ഭാമിനി വിഷമിച്ചു. തന്റെ മകൻ ചെയ്തത് ഏറ്റവും വലിയ പാതകമാണ്. ഒരു പെണ്ണിന്റെ വിവാഹത്തിന് ആവശ്യമുള്ള പണമാണ് ദേവൻ പിടിച്ചു പറിച്ചത്. അതും തന്റെ സഹോദരന്റെ മകളുടെ വിവാഹത്തിനുള്ള പണം. മോളെ ബന്ധുര, ഒടുവിൽ എപ്പോഴോ പതിഞ്ഞ ശബ്ദത്തിൽ ഭാമിനി വിളിച്ചു. ബന്ധുര അവർക്ക് നേരെ മുഖമുയർത്തി. വീണ്ടും കുറച്ചു നേരത്തേക്ക് നിശബ്ദത. ദേവൻ ചെയ്തത് കൊടിയ തെറ്റാണെന്ന് അറിയാം. എന്നാലും ഞാനൊരു അമ്മയായി പോയില്ലേ ബന്ധുരെ, അതുകൊണ്ടാ മനസ്സൊത്തിരി വിലക്കിയിട്ടും നിന്നെ കാണാൻ ഞാൻ വന്നത്. ഭാമിനി ഒന്ന് നിർത്തിയിട്ട് ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു. ഇപ്പൊ തന്നെ അവന് വേണ്ടതിലേറെ കേസുണ്ട്. അതിനെല്ലാം കൂടി ശിക്ഷ കിട്ടിയ ഈ ജന്മത്തിൽ എനിക്ക് അവനെ കാണാൻ പറ്റിയെന്ന് വരില്ല. 7 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അവനൊന്നും നേരാമെന്നും കണ്ടിട്ട് പോലുമില്ല. അതിനിടയില് നാളത്തെ കേസിൽ അവനെ ശിക്ഷിച്ച ഭാമിനിയോപ്പയുടെ മകന് ജയിലിൽ കിടക്കണതാ ഇഷ്ടം. പിന്നെന്താ? ഒടുവിൽ ബന്ധുര പറഞ്ഞു. അങ്ങനെ പറയരുത് മോളെ. നീ വിചാരിച്ചാലേ അവൻ ഇനി രക്ഷിക്കാനാവൂ. നാളെ കോടതിയിൽ വന്ന് ഭാമിനിയുടെ വാക്കുകളെ ബന്ധുര തടസ്സപ്പെടുത്തി. നാളെ ഞാൻ കോടതിയിൽ വന്ന് ഭാമിനിയോപ്പയുടെ മകൻ എന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ പിടിച്ചു പറിച്ചില്ലെന്ന് പറയണം, അല്ലേ? ഭാമിനി തലയിളക്കി. പറയാം. പക്ഷേ ആ 1 ലക്ഷം രൂപ അതിനു മുമ്പ് എനിക്ക് തരണം. ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത രൂപയാ, അല്ലാതെ കാരണന്മാര് തേടി വെച്ച രൂപയല്ലായിരുന്നു. കോടതി പോവാനതിന് മുമ്പ് രൂപ തരാൻ പറ്റുമോ? ബന്ധുര ശബ്ദമുയർത്തി ചോദിച്ചു. ഭാമിനി സ്തബ്ധയായി. 1 ലക്ഷം രൂപ താൻ എങ്ങനെ ഉണ്ടാക്കാനാണ്, അതും ഒറ്റ ദിവസം കൊണ്ട്? ഭാമിനിയോപ്പയ്ക്ക് തരാൻ പറ്റുമോ? അവൾ ചോദ്യം ആവർത്തിച്ചു. ഇല്ല. എങ്കിൽ ഭാമിനിയോപ്പ പൊയ്ക്കോ. കോടതിയിൽ എന്താ പറയേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം. പറഞ്ഞതും ബന്ധുര തിരിഞ്ഞു നടന്നു. പിറ്റേ ദിവസം അവൾ കോടതിയിൽ ചെന്നു. ബന്ധുര കോടതി മുറിയിലേക്ക് കയറി. കേസ് വിളിച്ചു. പ്രതിക്കൂട്ടിൽ ദേവനാരായണൻ നിൽപ്പുണ്ടായിരുന്നു. കോടതിയുടെ ചോദ്യങ്ങൾക്കെല്ലാം അവൾ വ്യക്തമായ മറുപടി നൽകി. ദേവനാരായണനാണ് തന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ ബലമായി പിടിച്ചു പറിച്ചതെന്ന് അവൾ പറഞ്ഞു. അത് കേട്ട് പ്രതിക്കൂട്ടിൽ നിന്ന് ദേവനാരായണന്റെ കണ്ണുകൾ കുറുകി. കോപതാപങ്ങളാൽ അതരം വിറകൊണ്ടു. വിധി പറയാൻ കോടതി പിറ്റേ ദിവസത്തേക്ക് മാറ്റി. കയ്യിൽ വിലങ്ങണിഞ്ഞ് പോലീസുകാരുടെ അകമ്പടിയോടെ കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ദേവനാരായണൻ ബന്ധുരയെ നോക്കി അലറി. തൂക്കിക്കൊല്ലാനൊന്നും എന്നെ ശിക്ഷിക്കില്ലടി പട്ടിക്കഴുവയുടെ മോളെ. എന്നെ ജയിലിൽ കിടത്തിട്ട് കാമുകന്മാരോടൊത്ത് സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നടക്കില്ലടി. ജയിലിന്റെ ഇരുമ്പഴി തകർത്തിട്ടായാലും ഞാൻ പുറത്തു വരും. നിന്നെ കൊന്ന് കൊല വിളിച്ചിട്ടേ ഈ ദേവനാരായണൻ ജയിലിലേക്ക് തിരിച്ചു പോകൂ. അലർച്ചയ്ക്കൊപ്പം അവൻ ബന്ധുരയുടെ നേർക്ക് കുതിച്ചു. ബന്ധുര പിന്നോക്കം വലിഞ്ഞു. ദേവനാരായണനെ പോലീസുകാർ ബലമായി പിടിച്ചു വലിച്ച് ജീപ്പിൽ കയറ്റി. ബന്ധുര നെടുവീർപ്പിട്ടു. അവള് നേരെ പോയത് മഹാത്മാ ട്യൂട്ടോറിയൽ കോളേജിലേക്കായിരുന്നു. അവളെ കണ്ട് പ്യൂൺ രാഘവപിള്ള ഓടി വന്നു. ബന്ധുര ടീച്ചറിന്റെ കാര്യം ഞാൻ എപ്പോഴും ബാലചന്ദ്രൻ സാറിനോട് ചോദിക്കുമായിരുന്നു. ടീച്ചറിന്റെ എഴുത്ത് വരുമ്പോഴൊക്കെ വിശേഷങ്ങൾ സാർ എന്നോട് പറയുകയും ചെയ്യും. ബാലചന്ദ്ര സാറ് എവിടെയുണ്ട് പിള്ളച്ചേട്ടാ? അവൾ ചോദിച്ചു. മുറിയിലുണ്ട്, ഇന്ന് ഓഫീസിലേക്ക് വന്നില്ല. ആ പിന്നെ ഇപ്പൊ സാറ് മദ്യപാനം ഒന്നുമില്ല കേട്ടോ. അന്ന് ടീച്ചർ വന്നു പോയതിനു ശേഷം അതൊക്കെ നിർത്തിയത്. ചിലപ്പോ സാർ എന്നോട് പറയും, ഇതുവരെ വെറുതെ മറ്റുള്ളവർക്ക് വേണ്ടിയാ ജീവിച്ചതെന്ന്, ഇനി സാറിന് വേണ്ടി ജീവിക്കണമെന്ന്. രാഘവപിള്ള ഒന്ന് നിർത്തിയിട്ട് സ്വയം എന്നോട് ചോദിച്ചു, ഇനി എന്നാണാവോ ബാലചന്ദ്രൻ സാറ് സാറിന് വേണ്ടി ജീവിക്കുന്നത്? ബന്ധുരയും ആ ചോദ്യം മനസ്സിൽ ആവർത്തിച്ചു. അവൾ മുറിയിലേക്ക് ചെല്ലുമ്പോ ബാലചന്ദ്രൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുറിയിൽ ആരുടെയോ സാന്നിധ്യം അറിഞ്ഞതും അയാൾ മെല്ലെ മുഖം ഉയർത്തി. ബന്ധുരയെ കണ്ടതും അയാളുടെ മുഖം വല്ലാതെ തെളിഞ്ഞു. സാറിന്റെ എഴുത്തിന് ഞാനൊരു ശല്യമായോ? നേരത്തെ പുഞ്ചിരിയോടെ ബന്ധുര ചോദിച്ചു. ടീച്ചർ എനിക്ക് ശല്യമാണെന്നോ?
ബാലചന്ദ്രൻ കടലാസും പേനയും മാറ്റിവെച്ചു. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതും ഒരു സുഖമുള്ള കാര്യമാണ്. പിന്നെ പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പിന്നെ സഹായത്തിന് ഋഷി സാറുണ്ടല്ലോ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഋഷി സാർ പറഞ്ഞു തരും. വെറുതെ ഇരിക്കും. അവൾ പ്ലാസ്റ്റിക് ബാഗ് അയാൾക്ക് നേരെ നീട്ടിയിട്ട് കസേരയിലേക്ക് ഇരുന്നു. ബാലചന്ദ്രൻ ബാഗ് വാങ്ങി തുറന്നു. സാറിന് ജുബയ്ക്കുള്ള തുണിയും വേഷ്ടിയുമാണ്, അവൾ പതിയെ പറഞ്ഞു. ബാലചന്ദ്രന്റെ കണ്ണുകൾ തിളങ്ങി. ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു സമ്മാനം തനിക്ക് കിട്ടുന്നത്. അതും തന്റെ ഇഷ്ടപ്പെട്ട പീകോക്ക് ബ്ലൂ നിറത്തിലുള്ള ഖദർ തുണി. മാനത്ത് കാർമേഘം ഉരുണ്ടുകൂടുമ്പോ പീലി ഉടർത്തി നൃത്തം ചവിട്ടുന്ന മയിലിന്റെ നിറം. മയിലിനെ കുറിച്ച് ഒത്തിരി കവിതകളും ഞാൻ എഴുതിയിട്ടുണ്ട്. തന്റെ ഇഷ്ടം അറിഞ്ഞിട്ടാവണം ബന്ധുര ഈ നിറം തെരഞ്ഞെടുത്തത്. ആദ്യമായി ശമ്പളം കിട്ടിയപ്പോ എന്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി വാങ്ങിയതാ. സാറിന് ഇഷ്ടായോ? ബാലചന്ദ്രൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളും അയാളെ നോക്കി. ഒരു നിമിഷാർദ്ധം അവൾ കണ്ണുകൾ പിൻവലിച്ചു. ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഒത്തിരി ഒത്തിരി സന്തോഷായി. ജീവിതത്തിൽ ആദ്യ എനിക്ക് എങ്ങനെ ഒരു സമ്മാനം കിട്ടണതേ. പണ്ടെന്നോ കുട്ടിക്കാലത്ത് അച്ഛൻ ഓണക്കോടി വാങ്ങിത്തന്ന ഓർമ്മയുള്ളൂ. അയാൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എഴുതി തള്ളിയൊരു ജീവിതമാണ് എന്റേത്. അതുകൊണ്ട് ആരും എന്നെ ഓർമ്മിക്കാറുമില്ല. ബന്ധുര ടീച്ചറെങ്കിലും ആദ്യമായി ശമ്പളം കിട്ടിയപ്പോ എന്നെ ഓർമ്മിച്ചല്ലോ. മതി, സന്തോഷായി. ആ സ്വരത്തിന് ഇടർച്ച ഉണ്ടായിരുന്നുവോ? ആ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നുവോ? മുഖത്ത് നിരാശയുടെ പൂക്കൾ വിടർന്നുവോ? അറിയില്ല. ബന്ധുരയ്ക്ക് ആ മുഖത്തേക്ക് ഒന്ന് നോക്കണമെന്നുണ്ടായിരുന്നു. കഴിഞ്ഞില്ല. 4-5 നിമിഷം ബാലചന്ദ്രനും ബന്ധുരയും മൗനത്തിന്റെ വാഗ്മീകത്തിൽ ഒതുങ്ങിക്കൂടി. ഏറെ നേരം കഴിഞ്ഞ് ബന്ധുരയാണ് നിശബ്ദത വഞ്ചിച്ചത്. ദേവനാരായണൻ അവിടെ ബാങ്കിൽ വന്നിരുന്നു. ബാലചന്ദ്രൻ വല്ലാതെ ഒന്ന് നടുങ്ങി. എന്നിട്ട് അയാൾക്കെതിരെ അന്ന് കൊടുത്ത കേസിൽ അയാളല്ല പണം പിടിച്ചു പറിച്ചതെന്ന് കോടതി പറയണമെന്ന് പറയാനാ വന്നത്. അവിടെ വെച്ച് ഋഷി സാറിനെ ദേവനാരായണൻ തിരിച്ചറിഞ്ഞു. എന്നെ ഋഷി സാറിനെയും ചേർത്ത് കുറെ അനാവശ്യം പറഞ്ഞിട്ടാ പോയത്. ബാങ്കിലുള്ളവരെല്ലാം കേട്ടില്ലേ? കേട്ടു. ചിലര് അത് മുതലെടുക്കുകയും ചെയ്തു. ഋഷി സാറിന്റെ ഭാര്യയെ ബാങ്കിലുള്ള ആരോ കള്ളക്കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. ഋഷി സാറിന്റെ ഭാര്യ ഒരു വൃത്തികെട്ട സൈസാ. ഹോസ്റ്റലിൽ വന്ന് എന്നോട് വഴക്കുണ്ടാക്കുകയും ചെയ്തു. അവൾ പറഞ്ഞു. അവിടെയും ടീച്ചർക്ക് സമാധാനം കിട്ടില്ലേ? ബാലചന്ദ്രൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല ബാലചന്ദ്രൻ സാറേ. ആ പിന്നെ ഞാനിപ്പോ കോടതിയിൽ നിന്ന് വരുന്ന വഴിയാ. ഇന്നായിരുന്നു വിസ്താരം. ടീച്ചർ കോടതി എന്താ പറഞ്ഞത്? ബാലചന്ദ്രൻ പെട്ടെന്ന് ചോദിച്ചു. ദേവനാരായണനാണ് പണം അടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ചതെന്ന് തന്നെ ഞാൻ പറഞ്ഞു. എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ അയാൾ പോയിരിക്കുന്നത്. ബാലചന്ദ്രൻ കുറെ നേരം എന്തോ ആലോചനയിൽ മുഴുകിയിരുന്നു. അപ്പോഴേക്കും മഹാത്മയിലെ ടീച്ചേഴ്സൊക്കെ ബന്ധുര വന്നറിഞ്ഞ് അവിടെ എത്തി. എല്ലാവർക്കും ചെറിയ രീതിയിൽ ചായ സൽക്കാരവും നടത്തിയിട്ടാണ് ബന്ധുര അവിടെ നിന്ന് പോയത്. പോകും മുമ്പ് പ്യൂൺ രാഘവപിള്ളയ്ക്ക് 100 രൂപ കൊടുക്കാൻ അവൾ മറന്നില്ല. വഴിവരെ ബാലചന്ദ്രനും കൂടെ ചെന്നു. മറ്റന്നാള് രാവിലത്തെ ട്രെയിനിലല്ലേ പോകുന്നത്? അതല്ലേ ബാലചന്ദ്രൻ സാറേ നല്ലത്. പുലർച്ചെ പാലക്കാട്ട് എത്തുമല്ലോ. രാവിലെ ബാങ്കിൽ പോവുകയും ചെയ്യാം, അവൾ പറഞ്ഞു. ശരി, ഞാൻ രാവിലെ സ്റ്റേഷനിൽ എത്തിക്കോളാം. ബാലചന്ദ്രൻ അവൾക്ക് ഓട്ടോ പിടിച്ചു കൊടുത്തു. അവൾ പോകുന്നത് നോക്കി അയാൾ ഏറെ നേരം അവിടെ തന്നെ നിന്നു. ബന്ധുര വീട്ടിൽ ചെന്നപ്പോ ദേവകിയമ്മയും കൃഷ്ണപ്രിയയും വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. കോടതിയിലെ കാര്യം അറിയാൻ അവർക്ക് തിടുക്കമായിരുന്നു. മോളെ, കോടതിയിൽ പോയിട്ട് എന്തായടി? ജിജ്ഞാസയോടെ ദേവകിയമ്മ ചോദിച്ചു. അയാൾ തന്നെയാ രൂപ എടുത്തതെന്ന് കോടതി ഞാൻ പറഞ്ഞു. എന്റെ മോളെ, അവൻ മനുഷ്യനല്ല, മൃഗമാ. രൂപ പോയത് പോട്ടേന്ന് വെച്ചാ പോരായിരുന്നോ? ഇനി അവൻ ഇതിന്റെ പക പോക്കാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ആർക്കറിയാം? ഈശ്വരാ! ദേവകിയമ്മ ഭീതിയോടെ നെഞ്ചിൽ കൈവച്ചു. 1-2 രൂപയല്ലമ്മേ ആ നശിച്ചവൻ തട്ടിയെടുത്തത്. 1,00,000 രൂപയാ. ആ കടം തീർത്തില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ കിടപ്പാടാണ്. ഇത് നഷ്ടപ്പെട്ട നമ്മൾ 3 പെണ്ണുങ്ങൾ എവിടെ പോയി അന്തിയുറങ്ങും? ആ കടം തീർക്കാൻ ഞാൻ എത്ര കാലം ജോലി ചെയ്യണമ്മേ? ഇല്ല, അയാളെ ശിക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത കിട്ടില്ല. ബന്ധുര ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു. അമ്മയ്ക്കറിയോ, ഞാൻ ജോലി ചെയ്യണ ബാങ്കിൽ വന്ന് എന്തൊക്കെ കോപ്രായങ്ങളെ കാട്ടിക്കൂട്ടിയതെന്ന്? എന്ത് വൃത്തികേടുള്ള വിളിച്ചു പറഞ്ഞതെന്ന്? പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോലും പോയില്ല. അതറിയോ അമ്മയ്ക്ക്? അവൻ ജയിലിൽ കിടക്കണം. അതിന് അയാൾ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ബന്ധുര അകത്തേക്ക് കയറി. സാരമില്ല ബന്ധുരേച്ചി, അയാളെ പേടിച്ച് എത്ര നാളാ ജീവിക്കുക?
ബന്ധുരേച്ചി ചെയ്തതാ ശരി. ഇന്നലെ കണ്ടില്ലേ മകനെ രക്ഷിക്കാൻ തള്ളയുടെ സ്നേഹം ചൊരിഞ്ഞുള്ള വരവ്. കൃഷ്ണപ്രിയ അവൾക്ക് പിന്നാലെ നടന്നു. എനിക്ക് എന്റെ കാര്യത്തിൽ പേടിയില്ല കൃഷ്ണേ. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ അയാൾ വന്ന് വല്ല ഉപദ്രവവും ചെയ്യുമെന്നാ. അതോർത്ത് ബന്ധുരേച്ചി വിഷമിക്കണ്ട. ഇനി വഴക്കുമായി വന്നാലേ അടുക്കളയിൽ വെട്ടുകത്തിയുണ്ട്, അത് ഞാൻ എടുക്കും. ഒരു ഉറച്ച തീരുമാനം പോലെ കൃഷ്ണപ്രിയ പറഞ്ഞു. കൃഷ്ണപ്രിയ അത് ചെയ്യുമെന്ന് ബന്ധുരയ്ക്ക് തോന്നി. തന്നെക്കാളും ഇന്ദുലേഖക്കാളും ധൈര്യം എപ്പോഴും കാണിക്കുന്നത് കൃഷ്ണയാണ്. ആൺമക്കളില്ലാത്തത് കൊണ്ട് കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും ആൺകുട്ടിയായാണ് കൃഷ്ണയെ വളർത്തിയത്. അതൊന്നും വേണ്ട, അയാൾ ഇനി വരില്ല. അയാളെ കോടതി വെറുതെ വിട്ടെങ്കിലോ? കൃഷ്ണപ്രിയ ചോദിച്ചു. ദേവനാരായണനെ 2 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. ഇനി 2 വർഷത്തേക്ക് അയാളെ പേടിക്കേണ്ടതില്ല. ബന്ധുര ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു. ദേവകിയമ്മയ്ക്കും ആശ്വാസമായി. ദേവന്റെ ശല്യം ഉടനെയൊന്നും ഉണ്ടാവില്ല. കൃഷ്ണ, നീയും കുളിച്ച് വേഷം മാറ്. എവിടെ പോകാനാ ബന്ധുരേച്ചി? കൃഷ്ണപ്രിയ ചോദിച്ചു. നിനക്ക് തയ്യൽ പഠിക്കണമെന്ന് പറഞ്ഞില്ലേ? തയ്യൽ സ്കൂളിൽ എന്ന് ചേർന്നോളൂ. കൃഷ്ണപ്രിയക്ക് സന്തോഷം അടക്കാനായില്ല. അവൾ വേഗം കുളിക്കാനായി പോയി. ബന്ധുര സാരി മാറി വന്നപ്പോഴേക്കും കൃഷ്ണയും റെഡിയായി. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ദേവകിയമ്മ ചോദിച്ചു. രാവിലെ നീ എവിടെ പോവുക? ബാങ്കിൽ പോയി നമ്മൾ വായ്പ എടുത്തതിന്റെ ഗഡു അടയ്ക്കണം. വരുന്ന വഴിക്ക് ഇവിടെ തയ്യൽ പഠിക്കാൻ ചേർക്കണം. കാപ്പിയോട് കഴിഞ്ഞ് 2 പേരും ഇറങ്ങി. അപ്പോ ദേവകിയമ്മ ഓർത്തു, ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ബന്ധുര എല്ലാം നോക്കി നടത്തുന്നത്. അതിനിടയിൽ സ്വന്തം ജീവിതം പോലും അവൾ മറക്കുകയാണ്. അവൾക്കും നല്ലൊരു ജീവിതം കൊടുക്കണമേ എന്ന് ദേവകിയമ്മ ജഗദീശനോട് മനസ്സാ പ്രാർത്ഥിച്ചു. ഉച്ചയോടെയാണ് ബന്ധുരയും കൃഷ്ണപ്രിയയും മടങ്ങിയെത്തിയത്. ഏത് തയ്യൽ സ്കൂളിലാണ് അവളെ ചേർത്തത്? ഇവിടെ അടുത്ത് വല്ലതുമാണോ? ദേവകിയമ്മ ചോദിച്ചു. സുമൃ ചേച്ചിയുടെ തയ്യൽ സ്കൂളിലാ, നല്ലോണം പഠിപ്പിച്ചോളും. ബന്ധുര മുറിയിലേക്ക് കയറി. കൃഷ്ണപ്രിയ വർദ്ധിച്ച സന്തോഷത്തിലായിരുന്നു. എത്ര നാളായി വീട്ടിൽ കുത്തിയിരിപ്പ് തുടങ്ങിയിട്ട്. ഇനിയിപ്പോ തയ്യൽ പഠിക്കാൻ പോകുമ്പോ കൂട്ടുകാരെയെങ്കിലും കാണാം. ഉച്ചയോണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ദേവകിയമ്മ ചോദിച്ചു. നാളെ പുലർച്ചയ്ക്കുള്ള ട്രെയിനിലാണോ പോകേണ്ടത്? രാവിലെ പോയാലേ മറ്റന്നാൾ ബാങ്കിൽ പോകാനാവൂ. ഒരു പൊതിച്ചോറ് എടുക്കാം, ഉച്ചയ്ക്ക് ഉണ്ണാലോ. ലേശം നേരത്തെ എണീക്കണമെന്നല്ലേ ഉള്ളൂ. അമ്മയോട് അത് പറയാനിരിക്കുകയായിരുന്നു. ട്രെയിനിലെ ഭക്ഷണം നമുക്ക് പിടിക്കില്ല, ബന്ധുര പറഞ്ഞു. കൃഷ്ണപ്രിയ അന്ന് മുഴുവൻ ബന്ധുരയുടെ നിഴൽ പോലെ നടന്നു. ഇനി അടുത്ത മാസമേ ബന്ധുരേച്ചി വരൂ. രാത്രി കിടക്കുമ്പോ കൃഷ്ണപ്രിയ പറഞ്ഞു. ബന്ധുരേച്ചിയുടെ ജോലി സ്ഥലത്ത് എന്നെ കൂടി കൊണ്ടുപോകുമോ? വെറുതെ സ്ഥലമൊക്കെ ഒന്ന് കാണാനാ. അതിനെന്താ, നിന്നെ അമ്മയും ഒരു ദിവസം കൊണ്ടുപോകാം. അവൾ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. തയ്യലൊക്കെ നല്ലോണം പഠിച്ചോണം. 2-3 മാസം കഴിഞ്ഞാ തയ്യൽ മെഷീൻ വാങ്ങിത്തരാം. അടുത്തുള്ളവർക്ക് ബ്ലൗസ് തയ്ച്ചു കൊടുത്താലും ദിവസം 50 രൂപ കാശുണ്ടാക്കാം. നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടൊക്കെ നിനക്ക് അറിയരുതോ? എല്ലാം എനിക്കറിയാം ചേച്ചി, ഞാൻ പെട്ടെന്ന് പഠിച്ചോളാം, കൃഷ്ണപ്രിയ പറഞ്ഞു. പുലർച്ചെ എണീക്കേണ്ടതാ, വർത്താനം മതിയാക്കി കിടന്നുറങ്ങാൻ നോക്ക്, ദേവികമ്മ വിളിച്ചു പറഞ്ഞു. പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല. ബന്ധുര എഴുന്നേറ്റപ്പോഴേക്കും ദേവികമ്മ ചോറും കറികളും തയ്യാറാക്കുകയായിരുന്നു. അമ്മ എന്താ എന്നെ വിളിക്കാതിരുന്നത്? അടുക്കളയിലേക്ക് ചെന്ന ബന്ധുര ചോദിച്ചു. രാത്രിയിൽ ഉറക്കളക്കേണ്ടതല്ലേ, അതുകൊണ്ട് കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ എന്ന് കരുതി. അതാ. കാപ്പി കുടിച്ചിട്ട് കുളിക്കാൻ നോക്ക്. ബന്ധുര കട്ടൻ കാപ്പി വാങ്ങി കുടിച്ചിട്ട് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്നിട്ടും കൃഷ്ണപ്രിയ നല്ല ഉറക്കത്തിലായിരുന്നു. അവളെ ഉണർത്തേണ്ടെന്ന് കരുതി ബന്ധുര അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിച്ച് തൊഴുത് തിരിച്ചു വരുമ്പോ കുത്തി വീർത്ത മുഖവുമായി കൃഷ്ണപ്രിയ വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്ത് പറ്റിയത് കൃഷ്ണ നിനക്ക്? വരാന്തയിലേക്ക് കയറിയിട്ട് ബന്ധുര ചോദിച്ചു. നീ അമ്പലത്തിൽ പോയിട്ട് അവളെ വിളിക്കാത്തതിന്റെ പിണക്കമാ, വാതിക്കൽ നിന്ന് ദേവകിയമ്മ പറഞ്ഞു. അതെങ്ങനെ വിളിക്കാനാ, പോത്തുപോലെ കിടന്നുറങ്ങല്ലേ. ഉറങ്ങട്ടേന്ന് ഞാനും കരുതി. ബന്ധുര കൃഷ്ണപ്രിയയുടെ തോളി പിടിച്ചു. ദേ, ഇന്നു മുതൽ തയ്യൽ പഠിക്കാൻ പോകേണ്ടതാണ്. ഒരുപക്ഷെ നിന്റെ ജീവിതമാർഗം ഇതാണെന്നും വരാം. അതുകൊണ്ട് പിണക്കത്തോടെ ഒന്നിനു പോകരുത്. തയ്യൽ പഠിക്കാൻ പോകണ വഴിക്ക് അമ്പലത്തിൽ കയറിയിട്ട് പോയാൽ മതി. വാ, എണീറ്റ് വാ. വേണ്ട വേണ്ട, സോപ്പിടൊന്നും വേണ്ട. ഇപ്പോ ചേച്ചി പോയാ 1 മാസം കഴിഞ്ഞല്ലേ വരൂ. അപ്പൊ പിന്നെ ബന്ധുരേച്ചി എന്തിനാ തനിച്ചു പോയത്? കൃഷ്ണപ്രിയ എഴുന്നേറ്റ് കൂടെ നടന്നുകൊണ്ട് പറഞ്ഞു. പിണങ്ങാതെ കൃഷ്ണൻ, അടുത്ത മാസം നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോകാം. വാ, കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്യാം. സാരിയും ബ്ലൗസും എല്ലാം മടക്കി വെക്കുന്നതിന് കൃഷ്ണപ്രിയയും സഹായിച്ചു. ഞങ്ങൾ ആരെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വരണോടി ബന്ധുരെ? ദേവികമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. വേണ്ടമ്മേ, ബാലചന്ദ്രൻ സാറ് സ്റ്റേഷനിൽ വന്നു നിൽക്കും, ബന്ധുര പറഞ്ഞു.
ദേവിയമ്മ കുറെ നേരം മൗനം പൂണ്ടു. അവർ മനസ്സിൽ അറിയാതെയെങ്കിലും പ്രാർത്ഥിച്ചു, ഈശ്വര, എന്റെ മോളുടെ ജീവിതത്തിലും ബാലചന്ദ്രൻ സാറ് തുണയായിരിക്കണേ. ബന്ധുര പോകാൻ തയ്യാറായി. ദേവികമ്മ ഉച്ചയ്ക്കുള്ള ഓട ഇലയിൽ പൊതിഞ്ഞു വെച്ചിരുന്നു. ബന്ധുര കൈവശമിരുന്ന രൂപ അമ്മയെ ഏൽപ്പിച്ചു. നിനക്കും ആവശ്യമൊക്കെ വരില്ലേ മോളെ? എനിക്ക് എന്താവശ്യമാണ് അമ്മേ? അമ്മയുടെ കയ്യിലിരിക്കട്ടെ. ബന്ധുര ചിരിച്ചു. വഴിവരെ ദേവകിയമ്മയും കൃഷ്ണപ്രിയയും ബന്ധുരയെ അനുഗമിച്ചു. കവലയിൽ ചെന്ന് ബന്ധുര ഓട്ടോയിൽ കയറി. റെയിൽവേ സ്റ്റേഷനിൽ ബാലചന്ദ്രൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വലിയ തിരക്കാണല്ലോ ബാലചന്ദ്രൻ സാറേ, ടിക്കറ്റ് കിട്ടുമോ? ടീച്ചറ് അതോർത്ത് വിഷമിക്കണ്ട, ടിക്കറ്റ് ഞാൻ എടുത്തു. അയാൾ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. പിന്നാലെ ബന്ധുരയും. ട്രെയിൻ അരമണിക്കൂർ ലേറ്റാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എനിക്കൊന്നും വേണ്ട സർ, രാവിലെ കഴിച്ചിട്ടാ പോകുന്നത്. എന്നാ ഓരോ ചായ കുടിക്കാം. അവർ റെസ്റ്റോറന്റിലേക്ക് കയറി. ചൂട് ചായ മൊത്തി കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ബാലചന്ദ്രന്റെ പഴയ സുഹൃത്ത് അടുത്തേക്ക് ചെന്നു. എടാ ബാലചന്ദ്ര, താൻ ആള് കൊള്ളാമല്ലോ. തന്റെ കല്യാണം എന്നാ അറിയിക്കാതിരുന്നത്? ആ സാരില്ല, തിരക്കിനിടയിൽ മറന്നതായിരിക്കും അല്ലേ? ബന്ധുരയെ നോക്കിക്കൊണ്ടാണ് അയാൾ പറഞ്ഞത്. ബാലചന്ദ്രനും ബന്ധുരയും വല്ലാതായി. അവർ ചമ്മലോടെ പരസ്പരം നോക്കി. അല്ല, താൻ എങ്ങോട്ടാ സണ്ണി? വിഷയം മാറ്റുന്നതിനായി ബാലചന്ദ്രൻ ചോദിച്ചു. ബാംഗ്ലൂർക്കാ, വൈഫും കുട്ടികളും കൂടെ ഉണ്ട്, പോട്ടെ. അയാൾ പോയി കഴിഞ്ഞപ്പോ ബാലചന്ദ്രൻ പുഞ്ചിരിച്ചു. എന്തു ചെയ്യാനാ, അവിവാഹിതനായ പുരുഷനോടൊപ്പം ഒരു പെണ്ണിനെ കൂടെ കണ്ട കല്യാണം കഴിഞ്ഞുവെന്നാ ചിലരുടെ ധാരണ. അത് കേട്ട് ബന്ധുര വിഷമിക്കണ്ട കേട്ടോ. ഏയ്, അയാളെ തെറ്റിദ്ധരിച്ചല്ലേ, സാരമില്ല. ബന്ധുരയിലും നേർത്തൊരു ചിരിയുണ്ടായി. അനൗൺസ്മെന്റ് മുഴങ്ങി. വരൂ, ട്രെയിൻ വരാറായി. അവർ റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങി. ഹുങ്കാര ശബ്ദത്തോടെ ട്രെയിൻ വന്നു നിന്നു. ബാലചന്ദ്രൻ തിക്കി തിരക്കി കമ്പാർട്ട്മെന്റിൽ കയറി സീറ്റ് പിടിച്ചു. പതിവിലും നല്ല തിരക്കായിരുന്നു. സ്ത്രീകൾക്ക് അടുത്തുള്ള സീറ്റിൽ ബന്ധുരയെ ഇരുത്തിയിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു, എന്ത് കാര്യമുണ്ടെങ്കിലും ഫോൺ ചെയ്യുകയോ കത്തയക്കുകയോ വേണം. ഞാൻ അവിടെ എത്തിക്കോളാം. അവൾ തല ചലിപ്പിച്ചു. അയാൾ ട്രെയിനിൽ നിന്നിറങ്ങി. ട്രെയിൻ സ്റ്റേഷൻ വിടുന്നത് വരെ ബാലചന്ദ്രൻ അവിടെ നിന്നു. പിറ്റേ ദിവസം രാവിലെ ട്രെയിൻ പാലക്കാട്ടെത്തി. ഹോസ്റ്റലിൽ ചെന്ന് കുളിച്ച് വേഷം മാറി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ബന്ധുര ബാങ്കിലേക്ക് പോയത്. ബന്ധുരയെ കണ്ടതും കുസുമം ഓടി അടുത്തു വന്നു. ബന്ധുര അറിഞ്ഞോ? ഇല്ല, എന്താ കുസുമം? ഋഷി സാറിന്റെ ഭാര്യ ഹേമലത വിഷം കുടിച്ചു. എന്നിട്ട്? ബന്ധുരയിൽ ഒരു നടുക്കമുണ്ടായി. ഹോസ്പിറ്റലാണ്, സീരിയസ് ആണെന്നാ പറയണത്. കുസുമം ശബ്ദം താഴ്ത്തി പറഞ്ഞു. ബാങ്കിലെ ജോലിക്കാരുടെ നോട്ടം ബന്ധുരയിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു. ബന്ധുരയ്ക്ക് വല്ലാത്ത തളർച്ച തോന്നി. ബന്ധുര പരവശയായി. നീണ്ട നിശബ്ദ നിമിഷങ്ങൾക്കൊടുവിൽ അവൾ ചോദിച്ചു, എന്തിനാ കുസുമം ഹേമലത വിഷം കുടിച്ചത്? അതറിയില്ല. 2-3 ദിവസമായിട്ട് ഋഷി സാറും ഹേമലതയും തമ്മിൽ വലിയ വഴക്കായിരുന്നു എന്ന് പറയണത് കേട്ടു. ഇന്നലെ രാത്രിയിലാ വിഷം കുടിച്ചത്, കുസുമം പറഞ്ഞു. തന്റെ പേരിലായിരുന്നുവോ ഇപ്പോഴത്തെ വഴക്കെന്ന് ബന്ധുര സംശയിച്ചു. താൻ വിഷമിക്കേണ്ട ബന്ധുരെ, ഹേമലത വല്ലാത്ത സംശയരോഗിയാ. ഋഷി സാർ ഒരു പെണ്ണിനെ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ മതി, അന്ന് അവിടെ അതേ ചൊല്ലിയായിരിക്കും വഴക്ക്. ഈ ബാങ്കിൽ വന്ന് നിർമ്മലയോട് വഴക്കുണ്ടാക്കിയതാ ആ സ്ത്രീ. സംസ്കാരം എന്തെന്ന് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വർഗം. ബന്ധുരയുടെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ട് കുസുമം ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. നിർമ്മലയുടെയും അലക്സ് ചെറിയാന്റെയും ഒക്കെ സീറ്റുകൾ ശൂന്യമായി കിടന്നു. കുടുംബം കലക്കാൻ രണ്ടും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. രാവിലെ അറിഞ്ഞു ഉടനെ വച്ചു പിടിപ്പിച്ചതാ. കുസുമം പിറുപിറുത്തു. 11 മണി കഴിഞ്ഞപ്പോൾ നിർമ്മലയും അലക്സ് ചെറിയാനും ഹോസ്പിറ്റലിൽ നിന്നും വന്നു. എല്ലാവരും അവർക്ക് ചുറ്റും കൂടി. എങ്ങനെയുണ്ട് ഋഷി സാറിന്റെ ഭാര്യയ്ക്ക്? വല്ല കുഴപ്പമുണ്ടോ? ഓരോരുത്തരും വന്ന് ചോദിച്ചു. നിർമ്മലയും അലക്സും പരസ്പരം നോക്കി. പിന്നെ നിർമ്മല എല്ലാവരോടുമായി പറഞ്ഞു, രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ്. ഇപ്പോഴും ഐസിയുലാണ്. 48 മണിക്കൂർ കഴിഞ്ഞാലേ എന്തേലും പറയാൻ പറ്റൂന്നാ ഡോക്ടർ പറയണത്. അവൾ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. എന്നാലും എന്റെ ഒരു കണക്കുകൂട്ടല് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് കാറ്റ് പോകുന്ന. അറം പറ്റിയ വാക്കൊന്നും പറയില്ല നിർമ്മലെ, ചാടി സാർ ശാസിച്ചു. അറം പറ്റിയ വാക്കൊന്നുമല്ല, നേഴ്സുമാര് സംസാരിക്കുന്നതേ ഞാൻ കേട്ടതാ, നിർമ്മല സ്വയം ന്യായീകരിച്ചു. ദൈവമേ, ഒന്നും സംഭവിക്കാതിരുന്ന മതിയായിരുന്നു. ക്ലർക്ക് ദീനമം പോത്തൻ പ്രാർത്ഥിച്ചു. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കേ. നിർമ്മല തെല്ലുറക്കെ ബന്ധുര കേൾക്കാനായി പറഞ്ഞു. ഹേമലത 2-3 എഴുതി വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത് കേട്ടത്. അതില്ല, നമ്മുടെ ബാങ്കിലെ മേനു കൊടുത്ത ചിലരുടെ പേരുണ്ടെന്നാ പറയുന്നത്. ഹേമലത കാഞ്ഞുപോയാലേ അവരുടെ കാര്യം പോക്കാ.
നിർമ്മലയും അലക്സും തന്നെയാണ് ഉന്നമിക്കുന്നതെന്ന് ബന്ധുരയ്ക്ക് മനസ്സിലായി. അവൾ വല്ലാതെ ഭയക്കുകയും ചെയ്തു. ഹേമലത തന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ നാണക്കേടാവും. ഋഷിസാറിന്റെ മുൻ കാമുകി കുടുംബം തകർക്കാൻ വന്നതാണെന്ന് വരെ ആളുകൾ പറഞ്ഞെന്നിരിക്കും. ബന്ധുര വർദ്ധിച്ച നെഞ്ചെടുപ്പോടെ മുഖം കുനിച്ചിരുന്നതേയുള്ളൂ. ഹേമലതയ്ക്ക് ആപത്തൊന്നും സംഭവിക്കരുതേ എന്ന് അവൾ മൗനമായി പ്രാർത്ഥിച്ചു. വികാര വിക്ഷോഭത്തിൽ അവളുടെ മനസ്സ് കലങ്ങി മറിഞ്ഞു. കുസുമം അടുത്തേക്ക് ചെന്നു. ബന്ധുരെ, താൻ ആ ചപ്പടാച്ചിയൊന്നും കേട്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. ഇറുതിയിൽ എണ്ണ ഒഴിക്കുന്ന സൈസുകളെ രണ്ടും. കുറച്ചു നാള് മുമ്പ് വരെ ഋഷി സാറിനെ വളച്ചെടുക്കാൻ നോക്കിയിട്ട് കിട്ടാത്തതിന്റെ കൊതിക്കുറിവാണ് നിർമ്മലയ്ക്ക്. അലക്സിനെ തനിക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു കമ്പേ സാരി ചുറ്റി കണ്ടാ മതി, പുറകെ കൂടിക്കോളും. ഇപ്പൊ നിർമ്മലയുടെ വാലായിട്ട് നടക്കുക. കുസുമം ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്താ കുസുമം ഒരു രഹസ്യം പറിച്ചില്? നിർമ്മല വിളിച്ചു ചോദിച്ചു. കുറച്ചു കഴിയുമ്പോ നിർമ്മലയോടും പറയാം, അതുപോലെ. തീരെ ഇഷ്ടപ്പെടാതെ കുസുമം പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് ഊണിന് എല്ലാവരും ഇറങ്ങിയപ്പോ ചാണ്ടി സാർ വിളിച്ചു ചോദിച്ചു, ആരെങ്കിലും ഹോസ്പിറ്റലിൽ വരുന്നുണ്ടെങ്കിൽ വരാം, വന്നിട്ട് ഊണ് കഴിക്കാം. പലരും പോകാനിറങ്ങി. താൻ വരുന്നില്ലേ ബന്ധുരെ? കുസുമം ചോദിച്ചു. ഇപ്പൊ തന്നെ ഇവരൊക്കെ എന്നെ കൊള്ളിച്ചു പറഞ്ഞു കേട്ടില്ലേ? പോകണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും ബന്ധുര മടിച്ചു. ബന്ധുരെ, കൂകി നടക്കുന്നവർക്കേ അതേ ശീലുള്ളൂ, അത് ശ്രദ്ധിക്കാനേ പോകരുത്. താൻ വാ, അതല്ലെങ്കിൽ ഋഷിസാർ എന്ത് വിചാരിക്കും? കുസുമത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ബന്ധുരയും ഹോസ്പിറ്റലിലേക്ക് പോയി. ബന്ധുരയ്ക്ക് വല്ലാത്ത മാനസിക സംഘർഷമായിരുന്നു. താൻ കാരണമാണ് ഹേമലത ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടി. ഹോസ്പിറ്റലിലേക്കുള്ള പടികൾ കയറുമ്പോൾ ബന്ധുര കിതയ്ക്കാൻ തുടങ്ങി. ഇന്റൻസീവ് കെയർ യൂണിറ്റിന് മുന്നിലെ ചാരുവെഞ്ചിൽ ജീവച്ചാവും പോലെ ഇരിക്കുകയാണ് ഋഷികേശ്. എല്ലാവരും അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ വിതുമ്പി. ചാണ്ടി സാറ് ഋഷിയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഏയ്, ചെറിയ കുട്ടികളെ പോലെ തുടങ്ങിയാലോ? ഈ സമയത്താ അല്പം ധൈര്യമൊക്കെ വേണ്ടത്. സാറ് വിഷമിക്കാതെ, ലൈഫിനൊന്നും സംഭവിക്കില്ല. എല്ലാം എന്റെ വിധിയാണ് ചാണ്ടി സാറേ. അല്ലെങ്കിൽ ഹേമ ഇങ്ങനെ ഒരു കടുകൈ ചെയ്യോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവൾ ഇത് ചെയ്തത്? ഋഷി നിറഞ്ഞു വന്ന കണ്ണുകളൊപ്പി. വീട്ടിലറിയിച്ചോ? അറിയിച്ചു. അവര് പുറപ്പെട്ടിട്ടുണ്ട്. അവര് വരുമ്പോ ഞാൻ എന്ത് സമാധാനാണ് പറയാ? അത് ഓർക്കുമ്പോഴാ വാക്കുകൾ മുറിഞ്ഞു. ഞങ്ങൾ ആരെങ്കിലും കൂടെ നിൽക്കണോ? ചാണ്ടി സാർ ചോദിച്ചു. വേണ്ട ചാണ്ടി സാറ്, സന്ധ്യയോടെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തും. എന്നാല് ഞങ്ങൾ ഇറങ്ങട്ടെ? ഋഷി വെറുതെ തലയിലക്കിയതേ ഉള്ളൂ. തിരിച്ചു പോകാൻ നേരം ബന്ധുര മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഋഷിയും അവളെ ഒരു മാത്രം നോക്കി. ഒരു നിമിഷാർദ്ധം കൊണ്ട് 4 കണ്ണുകൾ എന്തൊക്കെയോ ചോദിക്കുകയും പറയുകയും ചെയ്തു. അവൾ നടന്നു നീങ്ങിയപ്പോൾ ഋഷി ദുഃഖത്തോടെ ഓർത്തു, പനിനീർ പൂവിന്റെ പരിശുദ്ധിയുള്ള ഈ സാധു പെണ്ണിനെയാണല്ലോ ഹേമലത സംശയിച്ചിരുന്നത്. അന്ന് ബന്ധുര മനസ്സ് വെച്ചിരുന്നെങ്കിൽ താൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തുമായിരുന്നു എന്ന് ഹേമലത അറിയുന്നുണ്ടോ? ഒരു പുരുഷജന്മം മുഴുവനായി മറ്റത്തിൽ മാധവമേനോന്റെ കുടുംബത്തിന് തീരെഴുതി കൊടുത്തുപോയി. എലിപ്പത്തായത്തിൽ അകപ്പെട്ട എലിയെ പോലെ രക്ഷപ്പെടാൻ പഴുതുകളില്ലാതെ വീർപ്പ് മുട്ടുകയാണ് താൻ. തന്റെ ജീവിതത്തിലേക്ക് ബന്ധുരയാണ് കടന്നു വന്നിരുന്നതെങ്കിൽ ഈ ജീവിതം സ്വർഗതുല്യമാകുമായിരുന്നു. ഒന്നും തനിക്ക് വിധിച്ചിട്ടില്ല. ഋഷി ചാരുബെഞ്ചിൽ കണ്ണുകൾ ഇറുകെ പൂട്ടിയിരുന്നു. ഋഷിയുടെ വീട്ടുകാരും ഹേമലതയുടെ അച്ഛനും അമ്മയും മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. വെടികൊണ്ട പുലിയെ പോലെയായിരുന്നു മാധവമേനോൻ. നീ ഞങ്ങളുടെ മകളെ കൊല്ലാനാണോടാ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഇവിടെ ആകുമ്പോ ആരും അറിയില്ലാന്ന് കരുതിയോ നീ? മാധവമേനോൻ ഋഷിക്ക് നേരെ ഗർജിച്ചു. അയാളുടെ ഭാര്യ കാദംബരി അലമുറയിട്ട് കരഞ്ഞു. ഇവിടെ ബഹളമൊന്നും ഉണ്ടാക്കരുത്, ഇത് ഹോസ്പിറ്റലാ. ആളുകൾ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ ഋഷി പറഞ്ഞു. അറിയാടാ, ഇത് ഹോസ്പിറ്റലാണെന്ന് അറിയാം. നീ ഞങ്ങളുടെ മകളെ കൊലയ്ക്ക് കൊടുത്തതാണെന്ന് അറിയാം. പക്ഷേ എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ബന്ധവും സ്വന്തമൊന്നും മാധവമേനോൻ നോക്കില്ല. 10ഉം 15ഉം ഒന്നും എനിക്കില്ലടാ, ഒന്നേ ഉള്ളൂ. അവളെ ഞങ്ങള് നിലത്തും താഴത്തും വയ്ക്കാതെയാ വളർത്തിയത്, നിനക്കറിയാലോ. കൊന്നുകളയും ഞാൻ. മാധവമേനോൻ ദേഷ്യത്താലും സങ്കടത്താലും ഉറഞ്ഞു തുള്ളി. ഋഷിയുടെ വീട്ടുകാർ അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇനിയും ഇവിടെ നിന്നാ തനിക്കും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയേണ്ടി വരുമെന്ന് തോന്നിയതുകൊണ്ട് ഋഷി പുറത്തേക്ക് നടന്നു. 4-5 ദിവസങ്ങൾ കടന്നുപോയി. ഹേമലത മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവളെ തേവാടിലേക്ക് മാറ്റി. എന്നിട്ടും 2 ദിവസം കൂടി കഴിഞ്ഞാണ് അസ്പഷ്ടമായെങ്കിലും അവൾക്ക് സംസാരിക്കാനായത്. എന്തിനാണ് ഇത് ചെയ്തതെന്ന് അറിയാനായിരുന്നു മാധവമേനോനും കാദംബരിക്കും തിടുക്കം. ഋഷി ഓരോ നിമിഷവും ഭയപ്പെട്ട് നിൽക്കുകയായിരുന്നു. കോപം വന്നാൽ ദേവനാരായണനേക്കാൾ ചെറ്റയാണ് മാധവമേനോൻ. ബാങ്കിൽ ചെന്ന് ബന്ധുരെ പിടിച്ചിറക്കി തല്ലാനും അയാൾ മടിക്കില്ല.
മെഡിക്കൽ കോളേജിൽ നിന്നും വേറെ ഏതെങ്കിലും നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് മാധവമേനോൻ വാശി പിടിച്ചു. അഡ്മിറ്റ് ചെയ്തത് ഋഷിയേശ് ആയതുകൊണ്ട് ഋഷിയുടെ അനുവാദമില്ലാതെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഡോക്ടർമാർ സമ്മതിച്ചില്ല. നീ എന്റെ മകളെ കൊല്ലാനാണോടാ ഈ ധർമാശുപത്രിയിൽ കൊണ്ടുവന്നത്? മര്യാദയ്ക്ക് എന്റെ മകളെ വിട്ടു തന്നോണം. മറ്റത്തിൽ മാധവമേനോന്റെ മകള് ഈ നരകത്തിലല്ല കിടക്കേണ്ടത്. ഒരു ഹോസ്പിറ്റൽ മുഴുവനായി വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ളവനാടാ ഈ മാധവമേനോൻ. മാധവമേനോൻ ഋഷിക്ക് നേരെ ചീറി. ഋഷിക്കും ദേഷ്യം അരിച്ചു കയറുകയായിരുന്നു. എന്നിട്ടും കടിച്ചു പിടിച്ചു നിന്നു. ഋഷി ഹേമലതയുടെ അടുത്തു നിന്നും മാറിയതേയില്ല. 2-3 ദിവസം കൂടി കടന്നുപോയി. ഹേമലത നന്നായി സംസാരിക്കാറായി. പിറ്റേന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. മാധവമേനോനും കാദംബരിയും ഹേമലതയുടെ ബെഡിനടുത്ത് ഇരുവശത്തുമായി ഇരുന്നു. മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. പറയും മോളെ, എന്താണ് ഉണ്ടായത്? നീ എന്തിനാ ഈ കടുങ്കൈ ചെയ്തത്? ഞങ്ങളോടെങ്കിലും പറയടി മോളെ. കാദംബരി നിറകണ്ണുകളോടെ മകളെ തലോടിക്കൊണ്ടിരുന്നു. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞങ്ങൾക്ക് ആരാണ് മോളെ ഉള്ളത്? നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടി മോളെ. കാദംബരി തേങ്ങിക്കരഞ്ഞു. നീണ്ട മൗനത്തിനൊടുവിൽ മാധവമേനോൻ ശബ്ദിച്ചു, മോളെ. അയാൾ വിളിച്ചു. ഹേമലത തലതിരിച്ച അച്ഛനെ നോക്കി. പറഞ്ഞോ മോളെ, ഞങ്ങൾക്ക് നീ ഒറ്റ മോളാ. ഈ അച്ഛൻ സമ്പാദിച്ചതൊക്കെയും നിനക്ക് വേണ്ടി മാത്രമാണ്. അത് അനുഭവിക്കാൻ നീ ഇല്ലാന്ന് വന്നാ ഈ അച്ഛൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ലേ? എന്റെ കണ്ണടയുന്നത് വരെ നിന്നെ കണ്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ടാ ചോദിക്കുന്നത്, എന്താണ് ഉണ്ടായത്? ഋഷി നിന്നെ ഉപദ്രവിക്കുകയായിരുന്നോ? അവൻ നിനക്ക് ഉപദ്രവകാരിയാണെങ്കിൽ അവനോട് പോകാൻ പറയും. നമുക്ക് കോടതി വഴി ഡൈവോഴ്സ് വാങ്ങാം. ഹേമലതയിൽ നേർത്തൊരു നടുക്കമുണ്ടായി. ഡൈവോഴ്സ്, വിവാഹമോചനം, അതവൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല. എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഇതിലും ഉദ്യോഗപൂർവ്വമുള്ള നല്ലൊരു ചെറുക്കനെ ഞാൻ കൊണ്ടുവരാം. മറ്റത്തിൽ മാധവമേനോന്റെ സ്വത്തിൽ ഭ്രമിക്കാത്ത ആണുങ്ങളില്ല മോളെ. അച്ഛ. നീണ്ട മൗനത്തിന് ശേഷം അവൾ വിളിച്ചു. എന്താണെങ്കിലും പറഞ്ഞോ മോളെ. അച്ഛ. നീണ്ട മൗനത്തിന് ശേഷം അവൾ വിളിച്ചു. എന്താണേലും പറഞ്ഞു മോളെ. മാധവമേനോൻ മകളെ പ്രോത്സാഹിപ്പിച്ചു. ഋഷി പണ്ടൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നില്ലേ? ഒരു ട്യൂട്ടോറിയൽ കോളേജിലെ ടീച്ചർ. പെണ്ണു കാണാൻ ചടങ്ങ് വരെ നടന്നത് അച്ഛന് ഓർമ്മയില്ലേ? ഉവ്. നിന്നെ കല്യാണം കഴിക്കണമെന്ന് എന്റെ വാക്ക് ധിക്കരിച്ചു പോയി കണ്ട ആലോചന ഓർമ്മയുണ്ട്. അയാൾ അർദ്ധോക്തിയിൽ നിർത്തി. അവൾ ഋഷി ജോലി ചെയ്യുന്ന ബാങ്കിലെ സ്റ്റാഫാ. അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അതിന്? മാധവമേനോൻ ഉത്കണ്ഠാകുലനായി. ആ പഴയ ബന്ധം ഇപ്പൊ ഋഷി വീണ്ടും തുടങ്ങിയിരിക്കുക. അവക്ക് ജോലി വാങ്ങിക്കൊടുത്ത പോലും ഋഷിയാണെന്ന ബാങ്കിലെ എനിക്ക് വേണ്ടപ്പെട്ട ജോലിക്കാര് പറഞ്ഞത്. ബന്ധുര വീണ്ടും തന്റെ മകൾക്ക് ഭീഷണിയായിരിക്കുന്നു. ഇപ്പോ അവൾ കാരണം തന്റെ മകൾ ആത്മഹത്യ ചെയ്യാൻ വരെ തയ്യാറായിരിക്കുന്നു. മാധവമേനോന്റെ നെഞ്ചിനുള്ളിൽ പെരുമ്പറ മുഴങ്ങി. ഏതു നേരവും അവൾ ഋഷിയുടെ ക്യാബിനിലാണത്രേ. അതൊക്കെ ഓർക്കുമ്പോ ഭ്രാന്ത് പിടിക്കുമെന്ന് പോലും തോന്നും. നിനക്ക് ഋഷിയോട് പറയാമായിരുന്നില്ലേ? കാദംബരി ചോദിച്ചു. അവളെ കുറിച്ച് ചോദിച്ചന് ഋഷി എന്നെ തല്ലിയത്. അവളെ കുറിച്ച് എന്തേലും മോശമായി പറഞ്ഞ എന്നെ കൊന്നുകളയുമെന്ന്. അതുകൊണ്ടാ ഞാൻ ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. ഋഷി വേറൊരു പെണ്ണിനെ നോക്കണത് പോലും എനിക്ക് സഹിക്കാനാവില്ല അച്ഛാ. അവൾ കരഞ്ഞു, ഒരു കൊച്ചുകുട്ടിയെ പോലെ. ഹേമലത കരയുന്നത് കണ്ടു നിൽക്കാൻ മാധവമേനോനും കാദംബരിക്കും കഴിഞ്ഞില്ല. നീ കരയേണ്ടടി മോളെ. ഇന്ന് ഞാൻ അവളുടെ ഇടപാട് തീർത്തു കൊടുക്കാം. മാധവമേനോൻ ഒരു കൊടുങ്കാറ്റ് പോലെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഋഷി മുറിയിലേക്ക് വരികയായിരുന്നു. അവനെ തീക്ഷ്ണമായി ഒന്ന് നോക്കിയിട്ട് മാധവമേനോൻ കാറിൽ കയറി. കാറ് ചീറിപ്പാഞ്ഞു പോകുന്നത് ഋഷി നോക്കി നിന്നു. ആ പോക്കിൽ ഋഷിക്ക് എന്തോ പന്തികേട് തോന്നി. മാധവമേനോൻ കാറിൽ ചെന്നിറങ്ങിയത് ബാങ്കിന് മുന്നിലാണ്. ബാങ്കിൽ നല്ല തിരക്കായിരുന്നു. അയാൾ ബാങ്ക് ജീവനക്കാരെ മൊത്തമായി ഒന്ന് കണ്ണോടിച്ചു. പിന്നെ അലറും പോലെ ചോദിച്ചു, ഏത് കൊടിച്ചുപട്ടിയാ ഈ ബന്ധുര? ബന്ധുരയുടെ മുന്നിൽ നിന്നാണ് അയാൾ അലറിയത്. കൊടുങ്കാറ്റിൽ ഉലയുന്ന ചെറുവൃക്ഷം പോലെ ബന്ധുര ആടി ഉലഞ്ഞു പോയി. ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി. ബന്ധുര എന്ന രാക്ഷസി ആരാണെന്ന് മാധവമേനോൻ ഇടിമുഴങ്ങും പോലെ ചോദ്യം ആവർത്തിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ ബന്ധുരയിലായി. ബന്ധുര ഭയവിഹുലയായി. ഹേമലതയുടെ അച്ഛൻ, മറ്റത്തിൽ മാധവമേനോൻ. അയാളുടെ ഒച്ചയും ബഹളവും കേട്ട് പ്യൂൺ സദാശിവൻ നായർ ഓടി വന്നു. എന്താ മിസ്റ്റർ, ഇത് നാഷണലൈസ്ഡ് ബാങ്കാ. ഇവിടെ വന്ന് തോന്നിയാസം കാണിക്കാൻ പാടില്ല. വെറുതെ പോലീസിനെ വിളിച്ചു വരുത്തേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. മാനേജർ ഉള്ളപ്പോ സാറ് വന്ന് എന്ത് വേണേലും കാണിച്ചോ. അല്പം പരുഷമായി സദാശിവൻ നായർ പറഞ്ഞു.
ഹൂ, ഏതവനാ മാനേജർ? എന്റെ മകളുടെ ഭർത്താവ് ഋഷികേശ്. അവൻ പോകാൻ പറയും. എനിക്ക് എന്റെ മകളുടെ ജീവനാ വലുത്. ഇവിടുത്തെ ഒരു ഭൂലോക സുന്ദരി കാരണമാ എന്റെ മോള് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അറിയാതെനിക്ക്? മാധവൻ നായർ ശബ്ദമുയർത്തി ചോദിച്ചു. അലക്സറിയാന്റെയും നിർമ്മലയുടെയും കണ്ണുകൾ തിളങ്ങി. അലക്സാറെ, നമ്മളെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. ദാ വന്നിരിക്കുന്നു ദ്വാരകാപുത്രൻ. വർദ്ധിച്ച സന്തോഷത്തോടെ നിർമ്മല പറഞ്ഞു. ഇനിയിപ്പോ ഹിമാലയ സാനുക്കൾ ഇടിഞ്ഞു വീഴാൻ പോകുകയല്ലേ, നമുക്ക് കാഴ്ചക്കാരാകാം. അലക്സ് പുഞ്ചിരിച്ചു. വീണ്ടും മാധവമേനോന്റെ ശബ്ദം. ഈ കൂട്ടത്തിൽ ആരാ അവള്? ബന്ധുര? അലക്സ് നിർമ്മലയ്ക്ക് നേരെ കണ്ണടച്ചിട്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. സാറേ, ബഹളം വെക്കരുത്. ബന്ധുരയെ കാണുന്നുണ്ടെങ്കിൽ ദാ ആ ഇരിക്കുന്ന ആളാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വേഗം പോകണം. അലക്സ് ബന്ധുരയെ ചൂണ്ടി പറഞ്ഞു. ബന്ധുര ദയനീയമായി അലക്സിനെ നോക്കി. അയാൾ അത് ശ്രദ്ധിക്കാതെ മുഖം വെട്ടിത്തിരിച്ചു. മാധവമേനോൻ ബന്ധുരയെ ആകെയൊന്ന് നോക്കി വിലയിരുത്തി. നീയാണ് ബന്ധുര അല്ലേടി? എന്റെ മകളുടെ ജീവിതം തകർത്തിട്ട് നീ പോകൂ അല്ലേ? അയാൾ അവൾക്ക് മുന്നിലേക്ക് നീങ്ങി നിന്നു. നിനക്ക് എന്റെ മകളുടെ ഭർത്താവിനെ തന്നെ വേണം അല്ലേടി? മുകളിൽ ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും അവൾ വിയർപ്പിൽ കുളിച്ചു. മാധവമേനോൻ അടങ്ങാൻ ഭാവമില്ലായിരുന്നു. എടി, കണ്ടാൽ കൊള്ളാവുന്ന ആണുകളുടെ ചോറ് ഊറ്റി കുടിക്കുന്ന രക്തേക്ഷി, നിനക്ക് എന്റെ മരുമോനെ തന്നെ വേണം അല്ലേടി? അതിനു വേണ്ടിയല്ലേടി നീ ഇങ്ങോട്ട് വന്നത്? ഋഷിയല്ലേ നിനക്ക് ജോലി വാങ്ങി തന്നത്? പറയടി, അവൻ നിനക്ക് വേറെന്തൊക്കെ തന്നിട്ടുണ്ട്? അയാളുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. ചാണ്ടി സാർ അപ്പോഴാണ് ബാങ്കിലേക്ക് വന്നത്. സാറേ, ഋഷി സാറിനെ വേഗം വിളിക്ക്. ഋഷി സാറിന്റെ അമ്മായപ്പനെ ഇത്. പാവം ബന്ധുര മേടത്തെ നാണം കെടുത്തുന്ന കണ്ടില്ലേ? പ്യൂൺ സദാശിവൻ നായർ പറഞ്ഞു. ചാണ്ടി സാർ ഋഷിയുടെ മൊബൈലിലേക്ക് വിളിച്ച വിവരം പറഞ്ഞിട്ട് മാധവമേനോന്റെ അടുത്തേക്ക് ചെന്നു. സാറേ, ഇതെന്താ ഇങ്ങനെ ചീപ്പായിട്ട് പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിലും സാറിന്റെ സണ്ണിലോയല്ലേ ഇവിടുത്തെ മാനേജർ. സാർ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് എങ്കിലും നോക്കണ്ടേ? ചാണ്ടി സാർ അനുനയത്തിൽ പറഞ്ഞു. ഒരു സ്റ്റാറ്റസ്? ആർക്കാടാ സ്റ്റാറ്റസ് ഉള്ളത്? തന്റെ മാനേജർ ഋഷിയേശിനോ? അവൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയുള്ളപ്പോ പഴയ കാമുകിക്ക് ജോലി വാങ്ങിക്കൊടുത്ത് എവിടത്തേക്ക് കൊണ്ടുവരുമായിരുന്നടാ? മാധവമേനോൻ ബന്ധുരയ്ക്ക് നേരെ തിരിഞ്ഞു. മര്യാദക്ക് ജോലി രാജിവെച്ചിട്ട് സ്ഥലം വിട്ടോണം. വെറുതെ ഒന്നും വേണ്ടടി. പറഞ്ഞോ എത്ര ലക്ഷം വേണമെന്ന്? 8 or 10 ലക്ഷം. മാധവമേനോന് പുല്ല്. ബന്ധുര എല്ലാം കേട്ട് തളർന്ന് തകർന്ന് ഒരു പൊട്ടിക്കരച്ചിലിന്റെ വക്കോളം എത്തി നിൽക്കുകയായിരുന്നു. മാധവമേനോന്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിൽ മൂർച്ചയുള്ള അസ്ത്രങ്ങളായി തറഞ്ഞു കയറി. അസഹ്യമായ വേദനയാൽ അവളുടെ ഹൃദയം പിടഞ്ഞു. ഋഷികേശ് ഓടിക്കിതച്ച് അവിടെ എത്തി. അമ്മാമേ, ഇതൊരു ഓഫീസാ. ഇവിടെ വന്ന് ബഹളം വെക്കരുത്. ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. ഋഷി അയാളുടെ കൈക്ക് പിടിച്ചു. വിടാനാ എന്റെ കൈയെന്ന്? മാധവമേനോൻ ഋഷിയുടെ കൈ തട്ടി മാറ്റി. എന്റെ മോൾ എന്തിനാ ചാകാൻ പോയെന്ന് നിനക്ക് അറിയില്ല അല്ലേടാ? എന്നാലേ എനിക്കറിയാം. എന്റെ മകളെ നോക്കുകുത്തിയാക്കിയിട്ട് നിനക്ക് ഈ ഇരിക്കുന്നവളുമായി സൊല്ലണം അല്ലേടാ? കൊല്ലി ഞാൻ. അയാൾ അലറി. അമ്മാമ്മ ഇവിടുന്ന് പോകുന്നുണ്ടോ അതോ പോലീസിനെ വിളിക്കണോ? ഋഷി ദേഷ്യത്തിൽ ചോദിച്ചു. വേരട്ടാതടാ, നിന്റെ അവളുടെ കള്ളക്കളികള് ഇവിടുള്ളവരെ അറിയട്ടടാ. അയാൾ കാറി തുപ്പി. ഋഷിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഋഷി ക്യാബിനിലേക്ക് വർദ്ധിച്ച കോപത്തോടെ കയറി. പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. അത് വേണോ സർ? സാറിന്റെ ഫാദറിൻലോയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാന്ന് വെച്ചാ? വേണം ചാണ്ടി സാറേ. എന്റെ ഫാദറിൻലോയാന്ന് വെച്ച് എന്ത് തോന്നിയസം കാണിക്കാന്നാണോ? ഋഷി റിസീവർ വെച്ചിട്ട് കസേരയിലേക്ക് തളർച്ചയോടെ ഇരുന്നു. അയാൾക്ക് പണം മാത്രമേ ഉള്ളൂ ചാണ്ടി സാറേ. സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ല. തറയാ, വെറും തറ. അന്നിവിടെ വന്ന് ബഹളം വെച്ച ദേവനാരായണേക്കാൾ തറയാ. ഋഷി ദേഷ്യത്താലും സങ്കടത്താലും പുലമ്പി. അത് സത്യമാണെന്ന് ചാണ്ടി സാറിന് തോന്നി. അതല്ലെങ്കിൽ മരുമകൻ വൃത്തികെട്ടവനാണെന്ന് ആരെങ്കിലും വിളിച്ചു പറയുമോ? 5 മിനിറ്റ് കഴിയുമ്പോ പോലീസ് ജീപ്പ് വന്നു. SIയും പോലീസുകാരും ബാങ്കിലേക്ക് ചെന്നു. അപ്പോഴും മാധവമേനോൻ ബന്ധുരയ്ക്ക് നേരെ കയറുകയായിരുന്നു. മര്യാദയ്ക്ക് നീ ജോലി രാജിവെച്ചില്ലെങ്കിലേ കൊന്നുകളയും ഞാൻ. രൂപ എത്ര വേണമെങ്കിലും ഈ മാധവമേനോൻ തരുമടി. പണത്തേക്കാൾ വലുത് എനിക്ക് എന്റെ മോളാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ? അപ്പോഴേക്കും പോലീസുകാർ അയാളെ പിടിച്ചു. നടക്ക്, SI പറഞ്ഞു. മാനേജറുടെ ക്യാബിന് മുന്നിൽ എല്ലാം നോക്കിക്കൊണ്ട് ഋഷി നിൽപ്പുണ്ടായിരുന്നു. മാധവമേനോൻ അവനെ നോക്കി വികൃതമായി പുഞ്ചിരിച്ചു. മാധവമേനോന്റെ പണത്തിന് മുന്നിൽ പോലീസും പട്ടാളമൊന്നും ഒരു പ്രശ്നമല്ലടാ ഋഷി. നിനക്ക് അതറിയാലോ? പോലീസുകാർക്കൊപ്പം നടക്കുന്നതിനിടയിൽ അയാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ ഇനി വരും. ഇവളെ ഇവിടുന്ന് കെട്ടിയൊട്ടിക്കുന്നത് വരെ
ഞാൻ വരും. എനിക്ക് എന്റെ മോടെ ജീവിതമാ വലുത്. ഋഷി പാരവശ്യത്തോടെ നോക്കി നിന്നതേ ഉള്ളൂ. ഇക്കണക്കിന് പോയാ അന്തസ്സോടെ എവിടെ ജോലി ചെയ്യാൻ വയ്യെന്നാകുമല്ലോ. 1 മാസം മുമ്പ് ഒരുത്തം വന്ന് ബഹളമുണ്ടാക്കി. ഇപ്പതാ മാനേജർ സാറിന്റെ ഭാര്യയുടെ അച്ഛൻ തന്നെ നേരിട്ട് വന്ന് ബഹളമുണ്ടാക്കിയിരിക്കുന്നു. ഇവർ രണ്ടുപേരും വന്ന് ബഹളമുണ്ടാക്കിയത് നമ്മുടെ ബാങ്കിൽ ഒരു സ്റ്റാഫിന്റെ പേരിലും. ഇതിൽ വാസ്തവമില്ലെങ്കിൽ ഇവരിങ്ങനെ ബഹളം വെക്കുമോ? ചേച്ചി, എന്ത് നാണക്കേടാ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ വാങ്ങി പോകുക. നിർമ്മല ചെറിയ ഓട്ടിക്കൊണ്ട് ശബ്ദമുയർത്തി പറഞ്ഞു. ഒരു നാണക്കേടുകാരി. ട്രാൻസ്ഫർ വാങ്ങി പോയിരുന്നെങ്കിൽ ഇവിടെ ഉള്ളവര് രക്ഷപ്പെട്ടേനെ. കുസുമം പെറുപെറുത്തു. ഭദ്രയ്ക്ക് സർവ്വ നിയന്ത്രണങ്ങളും തകർന്നുപോയി. പൊട്ടിക്കരഞ്ഞു പോകുമെന്നായപ്പോൾ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. പിന്നെ കതകടച്ച് വാതിൽപ്പലകയിൽ ഭാരം ചേർത്ത് വെച്ച് നെഞ്ചുരുകി കരഞ്ഞു. പൊട്ടി പൊട്ടി കരഞ്ഞു. ഋഷികേശ് ക്യാബിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ബന്ധുരയുടെ സീറ്റിലേക്ക് നോക്കി. അവിടം ശൂന്യമായിരുന്നു. പാവം മാധവമാമ എന്തെല്ലാം പറഞ്ഞാ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഹേമലത വേണ്ടുവോളം എരിവും പുളിവും ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. സത്യത്തിന്റെ എന്തെങ്കിലും ഒരു കണിക ഉണ്ടായിരുന്നെങ്കിൽ സങ്കടമില്ലായിരുന്നു. ഒരിക്കൽ താൻ ബന്ധുരയെ സ്നേഹിച്ചു വന്നിരുന്നത് സത്യമാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷെ അന്നത് നടന്നില്ല. ജീവിതത്തിൽ ദുഃഖിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ആ പാവം പെണ്ണിന് ഈ ജോലി സന്തോഷപ്രദമായ ഒരു ജീവിതത്തിന്റെ വഴികാട്ടിയാണെന്ന് ആഗ്രഹിച്ചതാണ്. എല്ലാം വെറുതെയായി. ബന്ധുര എവിടെയെങ്കിലും പോയിരുന്ന് കരയുകയാവും. ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും മനസ്സ് വിലക്കി. വീണ്ടും മറ്റൊരു പൊട്ടിത്തെറിക്ക് അത് കാരണമാകും. ഋഷി വ്രണിത ഹൃദയനായി ബാങ്കിൽ നിന്ന് ഇറങ്ങി. കുസുമം പെറുപെറുത്തുകൊണ്ട് എഴുന്നേറ്റു. ഏറെ നേരം കഴിഞ്ഞിട്ടും ബന്ധുരയെ കാണാതായപ്പോ കുസുമം ബാത്റൂമിനടുത്തേക്ക് നടന്നു. വാതിൽ അകത്തു നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. കുസുമം വാതിലിൽ 4-5 പ്രാവശ്യം മുട്ടിയപ്പോഴാണ് വാതിൽ തുറന്നത്. എന്താ ബന്ധുരെ? ഇതൊക്കെ കേട്ട് കരയാനിരുന്ന അതിന് നേരം കാണൂ. ബന്ധുര വിവരവും വിദ്യാഭ്യാസമുള്ള പെണ്ണല്ലേ. കാണാൻ കൊള്ളാവുന്ന പെണ്ണുകൾ വിവാഹം കഴിക്കാതെ നിന്ന ഇതല്ല ഇതിനപ്പുറവും പറയാൻ ആളുകളുണ്ടാവും. കാരണം ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ഏതൊരു പെണ്ണിനും ലേബലിനെങ്കിലും ഒരു ഭർത്താവുണ്ടെങ്കിൽ ഒരു പട്ടിയും ചോദിക്കില്ല. അതുകൊണ്ടല്ലേ നിർമ്മല എല്ലാവരും കാണാനായി താലിമാല പ്രദർശിപ്പിച്ചിരിക്കുന്നത്. എന്നാലും എന്തിനാ കുസുമം എന്നോടിങ്ങനെ? അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല കുസുമം. ഋഷി സാറ് ഒരിക്കൽ കല്യാണാലോചനയുമായി വീട്ടിൽ വന്നത് ശരിയാണ്. വരേണ്ടെന്ന് ഞാൻ പറഞ്ഞതുമാണ്. അതിലപ്പുറം നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല. എനിക്ക് എന്റെ അമ്മയും അനുജത്തിമാരെക്കാൾ വലുതായി ഒന്നുമില്ല. അവർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കണത്. എന്നിട്ടും എന്റെ മേൽ വയ്യ കുസുമം. ബന്ധുര ഇരു കരതലങ്ങളാലും മുഖം പൊത്തി വിമ്മി വിമ്മി കരഞ്ഞു. ബന്ധുരെ, കുസുമം അവളുടെ തോളിൽ പിടിച്ചു. ഇനി കരയരുത്. കരഞ്ഞ ജയിക്കുന്നത് മറ്റുള്ളവരാ. ബന്ധുരയെ പുകച്ചു ചാടിക്കാൻ കോപ്പ് കൂട്ടുന്ന നിർമ്മലയും അലക്സ് അവരെ ജയിക്കരുത്. ഇതൊന്നും കേട്ട് ബന്ധുര തളരില്ലെന്ന് കണ്ട അവര് താനെ പത്തി താഴ്ത്തും. മുഖം കഴുകി വൃത്തിയായിട്ട് വാ. കുസുമം അവളെ പിടിച്ച വാഷ് ബേസിനടുത്തേക്ക് പോയി. ബന്ധുര മുഖം കഴുകിയിട്ട് സാരിയുടെ കോന്തലം കൊണ്ട് മുഖം അമർത്തി തുടച്ചിട്ട് കുസുമത്തിന് പിന്നാലെ നടന്നു. പൂച്ച പാല് കുടിക്കും പോലെ അല്ലായിരുന്നോ? ഇത്ര വേഗം അത് അങ്ങാടിപ്പാട്ടാകുമെന്ന് നളനും ദമയന്തിയും കരുതി കാണില്ല. നിർമ്മല ഒളിയാൻ പെയ്തു. ഹേമലത മരിച്ചിരുന്നെങ്കിൽ കളി മാറിയനെ. കൊലപാതകം പോലെ തന്നെയാ പ്രേരണാകുറ്റവും. കമ്പേഴി എന്നേനെ. എന്തായാലും കേസുണ്ട്, അതുറപ്പാ. ആത്മഹത്യാ ശ്രമത്തിന് ഹേമലതയുടെ പേരിൽ കേസുണ്ടാവും. കോടതി ചെല്ലുമ്പോ ഹേമ എല്ലാവരുടെയും പേരുകൾ പറയുകയും ചെയ്യും. അത് തീർച്ചയാ. അലക്സ് ബന്ധുര കേൾക്കെ ഉറക്കെ പറഞ്ഞു. കുസുമം കണ്ണടച്ച് കാണിച്ചു. ബന്ധുര അത് കേട്ടതായി നടിച്ചില്ല. അന്ന് വൈകുന്നേരം കുസുമത്തോടൊപ്പമാണ് ബന്ധുര ഇറങ്ങിയത്. ബസ് സ്റ്റോപ്പ് ആയപ്പോ കുസുമം പറഞ്ഞു, ഇനി ബന്ധുര പൊയ്ക്കോ, എനിക്കുള്ള ബസ് ഇപ്പൊ വരും. ബന്ധുര നടന്നു. വിമൻസ് ഹോസ്റ്റലിലേക്ക് കയറും മുമ്പ് എതിർവശത്തുള്ള STD ബൂത്തിൽ കയറി. ബന്ധുര ബാലചന്ദ്രന് ഫോൺ ചെയ്തു. ലൈനിൽ ബാലചന്ദ്രനെ കിട്ടുകയും ചെയ്തു. ബാലചന്ദ്രൻ സാറ്, ഞാനാ ബന്ധുര. എന്താ ബന്ധുര വിശേഷിച്ച്? എന്തെങ്കിലും? അങ്ങേ തലയ്ക്കിൽ ബാലചന്ദ്രന്റെ മുഴക്കമുള്ള ശബ്ദം. നാളെ രാവിലെ ഞാൻ ബാങ്കിലെ ജോലി രാജിവെക്കുകയാണ്. എന്താ ടീച്ചറെ വിഡ്ഢിത്തം പറയണത്? ബാലചന്ദ്രൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, രാജിവെക്കും മുമ്പ് സാറിനോടൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് വിളിച്ചതാ. മഹാത്മയിൽ എനിക്കൊരു വേക്കൻസി ഉണ്ടല്ലോ, എനിക്കത് മതി. ബാലചന്ദ്രൻ എന്തോ പറയാൻ തുടങ്ങും മുമ്പ് ബന്ധുര റിസീവർ വെച്ചു. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല.
എന്തൊരു പ്രതീക്ഷയോടെയാണ് ജോലിക്ക് വന്നത്. പക്ഷെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു. വീണ്ടും മഹാത്മാ ട്യൂട്ടോറിയലിലേക്ക് ഒരു മടക്കയാത്ര. നേരം പുലർന്നിട്ടും അവൾക്ക് ഒരു ഉന്മേഷവും തോന്നിയില്ല. 9:30 ആയപ്പോ കുളി കഴിഞ്ഞ് അവൾ ബാങ്കിലേക്ക് പോയി. ബാങ്കിൽ എല്ലാവരും എത്തിയിരുന്നു. സദാശിവൻ ചേട്ടാ, ഋഷി സാറ് വന്നിട്ടുണ്ടോ? അവൾ ചോദിച്ചു. ഉണ്ടല്ലോ. കുറച്ചു ദിവസം അവധിയായതുകൊണ്ടായിരിക്കും ഇന്ന് പതിവിലും നേരത്തെ വന്നു, സദാശിവൻ നായർ പറഞ്ഞു. ബന്ധുര നേരെ ക്യാബിനിലേക്ക് കയറി. പലരും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ക്യാബിനിലേക്ക് കയറി ചെന്ന ബന്ധുരയ്ക്ക് നേരെ ഋഷി മുഖം ഉയർത്തി. അവൾ കയ്യിലിരുന്ന കവർ അയാൾക്ക് നേരെ നീട്ടി. എന്താ ഇത്? ഋഷി ചോദിച്ചു. എന്റെ രാജിക്കത്ത. ഞാൻ ജോലിയിൽ നിന്നും സ്വയം പിരിഞ്ഞു പോവുകയാണ്. ബന്ധുരയുടെ വാക്കുകേട്ട് ഋഷി പകച്ചു. ബന്ധുര അപമാനം സഹിക്കാനാവാതെ പിരിഞ്ഞു പോവുകയാണെന്ന് ഋഷിക്ക് മനസ്സിലായി. അയാൾ പകപ്പോടെ ബന്ധുരയെ നോക്കി. ആ നോട്ടത്തെ നേരിടാനാവാതെ അവൾ മുഖം താഴ്ത്തി. ബന്ധുരെ. നീണ്ട നിശബ്ദ നിമിഷങ്ങൾക്കൊടുവിൽ ഋഷി വിളിച്ചു. അവൾ മെല്ലെ മെല്ലെ മുഖമുയർത്തി. ഒരിക്കലും ബന്ധുര എങ്ങനെ ഒരു ഒളിച്ചോട്ടം നടത്തരുത്. തെറ്റ് ചെയ്തവർക്ക് കുറ്റബോധവും ഭീതിയും ഉണ്ടാകും. ഞാനോ ബന്ധുരയോ തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെന്തിനു ഭയക്കണം? ആരെ ഭയക്കണം? വിവരമില്ലാത്ത കുറച്ചുപേർ എന്തെങ്കിലും പുലഭ്യം പറഞ്ഞു എന്ന് കരുതി നല്ലൊരു ജോലി ഉപേക്ഷിച്ച് എങ്ങോട്ട് പോകാനാണ് ബന്ധുരെ? അങ്ങനെയാണെങ്കിൽ ആദ്യം രാജിവെക്കേണ്ടത് ഞാനാണ്. കാരണം ഇവരൊക്കെ മെനഞ്ഞെടുത്ത നാടകത്തിലെ നായകൻ ഞാനാണ്. ഞാനില്ലെങ്കിൽ ഈ ഡ്രാമയ്ക്ക് ക്ലൈമാക്സ് ഉണ്ടാകുമായിരുന്നില്ല. എന്നിട്ട് ഞാൻ ജോലി ഉപേക്ഷിച്ചോ? ഇല്ല, ഒരിക്കലും ഒരു ഭീരു ആകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഭീരുവാണ് സർ, എന്നോട് ക്ഷമിക്കണം. ജീവിതത്തിന് മുന്നിൽ എന്നും ഞാൻ ഒളിച്ചോടിയിട്ടേ ഉള്ളൂ. ഇപ്പോഴും എനിക്ക് അതിനെ കഴിയും. ഞാൻ കാരണം സാറിന്റെ നല്ല ഭാവി നഷ്ടമാകരുത്. അത്ര എനിക്ക് വേണ്ടു, അവൾ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. ഋഷിയുടെ ചുണ്ടിൽ വിഷാദത്തോടെയുള്ള ചെറിയൊരു പുഞ്ചിരി ഊറിക്കൂടി. ബന്ധുരയ്ക്ക് അറിയോ? അയാൾ കസേരയിൽ നിന്നും എഴുന്നേറ്റു. അവൾ കാതുകൂർപ്പിച്ചു. രാവിലെ ഹേമയെ ഡിസ്ചാർജ് ചെയ്തു. അവൾ അച്ഛനോടൊപ്പം നാട്ടിലേക്ക് പോവുകയും ചെയ്തു. വെറുതെ പോയതല്ല, ഇനി ഒരിക്കലും വരില്ലാന്ന് പറഞ്ഞിട്ടാ പോയത്. ഭാര്യ പിണങ്ങിപ്പോയാലുള്ള ഭർത്താവിന്റെ ദുഃഖം വളരെ വലുതാണ്. പക്ഷെ ഞാൻ തളരില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ജോലിക്ക് വന്നതും. വീട്ടിൽ പോയി കുറച്ച് വിശ്രമിക്കാമെന്ന് കരുതിയതാണ്. പക്ഷെ ഞാൻ അത് ചെയ്ത ഭാര്യ പിണങ്ങിപ്പോയതിന്റെ സങ്കടം കൊണ്ടാണെന്ന് വ്യാഖ്യാനമുണ്ടാവും. അത് പാടില്ല. ബന്ധുരയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ടായി. താൻ ഇവിടെ വന്നത് ഒരു കുടുംബം തകർക്കാനായിരുന്നു. താൻ ഇവിടെ വന്നതിന് ശേഷം ഋഷി സാറിന്റെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇപ്പോ ഋഷി സാറുമായി പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. എന്നും തന്റെ ജീവിതം തകർത്തിട്ടുള്ളത് ദേവനാരായണനാണ്. ഇപ്പോ തന്റെ ജീവിതം മാത്രമല്ല, മറ്റൊരു കുടുംബം കൂടി അയാൾ തകർത്തിരിക്കുന്നു. അയാൾ അന്ന് ബാങ്കിൽ വന്നതാണ് എല്ലാറ്റിന്റെയും തുടക്കം. ഈശ്വര, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? അവൾ ഹൃദയവേദനയാൽ പുളഞ്ഞു. ബന്ധുരയുടെ മനസ്സ് ഋഷിക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. ബന്ധുര കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് കരുതുന്നുണ്ടാവും അല്ലേ? ഋഷി ചോദിച്ചു. സത്യം അതല്ലേ സർ? ഒടുവിൽ ബന്ധുര ശബ്ദിച്ചു. അല്ല, ഋഷി പറഞ്ഞു. സത്യം അതല്ല. ബന്ധുര ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. സംശയരോഗം പിടികൂടിയ ഒരു സ്ത്രീക്ക് ഭർത്താവിനെ സംശയിക്കാൻ മതിയായ കാരണമൊന്നും വേണമെന്നില്ല. ഇല്ലാത്ത കഥകൾ മെനഞ്ഞെടുത്ത് എന്റെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുത്തി വഴക്കുണ്ടാക്കാറുള്ളത് ഹേമയുടെ ഹോബിയാണ്. തീർത്തും നിരാശയോടെ അയാൾ പറഞ്ഞു. ഇനി എല്ലാ സംശയവും മാറും സാറേ. ഞാൻ ജോലി ഉപേക്ഷിച്ചു പോയി എന്നറിയുമ്പോ ഹേമലത തിരിച്ചു വരും. എനിക്ക് തീർച്ചയാ, ബന്ധുര പറഞ്ഞു. ഋഷി ദേഷ്യത്തോടെ ബന്ധുര കൊടുത്ത രാജിക്കത്ത് തലങ്ങും വിലങ്ങും വലിച്ചു കീറി. ഒരു സാധു പെണ്ണിന്റെ കുടുംബം വലിച്ചു കീറിയിട്ട് ഇവിടെ ഒരു പെണ്ണും സൂചിച്ച് ജീവിക്കണ്ട. ബന്ധുര സ്തബ്ധയായി നിന്നു. ബന്ധുരെ, വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവള ഹേമലത. പാവപ്പെട്ടവന്റെയും പട്ടിണിക്കാരുടെയും ജീവിതം അവൾക്കറിയില്ല. മനസ്സ് നിറയെ മറ്റുള്ളവരോട് പുച്ഛമാണ്. തിന്നുകൊഴുത്ത് നിൽക്കല്ലേ. പണത്തിന്റെ അഹങ്കാരം അവളെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുക. മകൾ ചെയ്യുന്ന ഏത് തോന്നിയാസത്തിനും കൂട്ടു നിൽക്കുന്ന ഒരച്ഛനോ അമ്മയും. പിന്നെ എങ്ങനെയൊന്ന് ഹേമ നന്നാവും? അവളുടെ സുഖത്തിന് വേണ്ടി ബന്ധുരയുടെ ജീവിതം ഹോമിക്കണ്ട. അയാൾ ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു. ഇതിലും നല്ലൊരു ജോലി ഈ ജമ്മത്ത് ബന്ധുരയ്ക്ക് കിട്ടില്ല. ബന്ധുരയ്ക്കും ആ കൊച്ചു കുടുംബത്തിനും ഈ ജോലി താങ്ങും തണലുമായിരിക്കും. ഇത് കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഋഷികേശ് കിതച്ചു. സർ, ബന്ധുര ഒന്നും പറയണ്ട. ചെന്ന് സീറ്റിൽ പോയിരുന്ന് ജോലി ചെയ്യാൻ നോക്ക്. ബന്ധുരയ്ക്ക് ചലിക്കുവാൻ കഴിഞ്ഞില്ല.
അവൾ നിന്നിടത്തു നിന്നും അനങ്ങിയില്ല. ബന്ധുരെ, ഒരു എടുത്തുചാട്ടം കൊണ്ട് ജോലി ഇട്ടെറിഞ്ഞു പോയാ പിന്നൊരിക്കൽ ഈ ജോലി വേണമെന്ന് വെച്ചാ കിട്ടുമോ? അവൾ മിണ്ടിയില്ല. ബന്ധുരയെ കുറിച്ച് ബാലചന്ദ്രൻ മാഷ് പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. അതുകൊണ്ട് പറയാ, ബന്ധുരയെ മാത്രം പ്രതീക്ഷിച്ച് വീട്ടിൽ 2-3 മനുഷ്യർ ജീവിക്കുന്നില്ലേ? അവർക്ക് വേണ്ടി ബന്ധുര ഈ ജോലി ഉപേക്ഷിക്കരുത്. അതല്ല, ഞാനിവിടെ ഉള്ളത് കൊണ്ടാണെങ്കിൽ ഞാൻ ജോലി രാജിവെക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ വാങ്ങി എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അയ്യോ, അതുകൊണ്ടല്ല സർ. എങ്കിൽ പോയി ജോലി ചെയ്യ്. ഋഷി തിരിച്ച് കസേരയിൽ വന്നിരുന്നു. 2 നിമിഷം അവിടെ നിന്നിട്ട് ബന്ധുര തിരിച്ചുപോയി. അപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ധൈര്യം കൈവന്നതുപോലെ തോന്നി. ബന്ധുര ക്യാബിനിൽ നിന്നും പുറത്തു വരുന്നത് കണ്ട് നിർമ്മല പെറുപെറുത്തു. നല്ല കൂസലുണ്ടെന്ന് നോക്കിയേ. ലൈസൻസ് കിട്ടിയ പോലെ റിസാറിന്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇത്രയും നേരം എന്തോ സംഗ്രഹിക്കായിരുന്നു എന്തോ. എല്ലാരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒരു ലൈസൻസ് വേണ്ടല്ലോ നിർമ്മലെ. ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങുന്നത് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അലക്സ് ചെറിയാൻ പറഞ്ഞത് ബന്ധുര കേട്ടുകൊണ്ടാണ് വന്നത്. അവൾ അയാൾക്ക് മുന്നിലേക്ക് ചെന്നു. അവൾ വരുന്നത് കണ്ട് അലക്സ് വിഷയം മാറ്റി. അല്ല, നിർമ്മലയുടെ ഹസ്ബൻഡ് എന്നാ വരിക? ബന്ധുര അലക്സിന് മുന്നിൽ ചെന്ന് നിന്നു. അലക്സേ, വിഷയം മാറ്റുകയൊന്നും വേണ്ട. ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ വാണിംഗ് ചെയ്യാം. മേലിൽ എനിക്കെതിരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലുണ്ടല്ലോ, അലക്സിനും ഒരു കുടുംബമുള്ളതാണ്, അത് ഞാൻ കുളം തോണ്ടും. ബന്ധുരയാണ് പറയുന്നത്. അലക്സിന്റെ ഭാര്യയും ഒരു പെണ്ണാ. ലേശം തീപ്പൊരി ഇട്ട് കൊടുത്താൽ മതി, ആളി കത്തിക്കൊള്ളും. മനസ്സിലായല്ലോ? ബന്ധുര പിന്നെ അലക്സിൽ നിന്ന് കണ്ണെടുത്ത് നിർമ്മലയെ കടുപ്പിച്ചൊന്ന് നോക്കിയിട്ട് സ്വന്തം സീറ്റിലേക്ക് പോയി. അലക്സിനോട് പറഞ്ഞത് തനിക്ക് കൂടിയുള്ള താക്കീതാണെന്ന് നിർമ്മലയ്ക്ക് മനസ്സിലായി. അലക്സിനെ വിരട്ടിയ വേല എന്റെ അടുത്ത് ചെലവാകില്ല. എന്റെ ഹസേ 7ാം കടലിന് അക്കരയാ. നിർമ്മല പുച്ഛത്തിൽ ചെറിയോട്ടി. കുസുമം ബന്ധുരയുടെ അടുക്കൽ ചെന്ന് അവൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു. നന്നായി ബന്ധുരെ, ഈ ധൈര്യം എന്നും ഉണ്ടെങ്കിൽ ആരും ചൊറിയാൻ വരില്ല. അലക്സിന്റെ മുഖം കണ്ടില്ലേ, മഞ്ഞള് പൂശിയ പോലെ. കുസുമം ശബ്ദമില്ലാതെ ചിരിച്ചു. ബന്ധുര ചെക്കുകൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബന്ധുരെ, കുസുമം വിളിച്ചു. എന്താ? കമ്പ്യൂട്ടറിൽ നിന്നും കണ്ണെടുക്കാതെ ബന്ധുര ചോദിച്ചു. അന്ന് ബന്ധുരയുടെ ഒപ്പം വന്ന ആളല്ലേ റിഷാറിന്റെ ക്യാബിനിലേക്ക് പോകുന്നത്? പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ നിന്നും കണ്ണുകൾ പറിച്ചെടുത്ത് ബന്ധുര മുഖമുയർത്തി. ബാലചന്ദ്രൻ സർ. അവളെ ഏറെ നേരം ധരിച്ചിരുന്നു പോയി. താൻ രാജിവെക്കുകയാണെന്ന് ഫോൺ ചെയ്ത് അറിയിച്ചതിന് തിടുക്കപ്പെട്ടു വന്നതാവും. പാവം ബാലചന്ദ്രൻ സർ. ഫോൺ ചെയ്ത് സാറിനെ ബുദ്ധിമുട്ടിക്കരുതായിരുന്നു. ബാലചന്ദ്രൻ നേരെ ക്യാബിനിലേക്ക് കയറി. അപ്രതീക്ഷിതമായി ബാലചന്ദ്രനെ കണ്ടപ്പോ ഋഷിക്ക് അമ്പരപ്പുണ്ടായി. അല്ല ബാലചന്ദ്രൻ മാഷെ, ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കെ, ഋഷി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉടനെ പോരേണ്ടി വന്നു. ഫോൺ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. ബാലചന്ദ്രൻ കസേരയിലേക്ക് അമർന്നു. വിശേഷിച്ച് വെറുതെ ഇറങ്ങിയതാണോ? ഋഷി ചോദിച്ചു. വെറുതെ എത്രയും ദൂരം ആരെങ്കിലും വരുമോ ഋഷി? ഇന്നലെ ബന്ധുര ടീച്ചർ ഫോൺ ചെയ്തിരുന്നു. ഋഷിയിൽ ഒരു ഞെട്ടലുണ്ടായി. ഹേമലതയുടെ അച്ഛൻ വന്ന് ബഹളം ഉണ്ടാക്കിയതിന് ബന്ധുര അറിയിച്ചിട്ട് വന്നതാണ് ബാലചന്ദ്രൻ മാഷ്. ഋഷിക്ക് ആകെ നാണക്കേടുണ്ടായി. തന്നെക്കുറിച്ചും തന്റെ ഫാമിലിയെ കുറിച്ചും ബാലചന്ദ്രൻ മാഷ് എന്താണ് കരുതുക? ജോലി രാജിവെക്കുകയാണെന്ന് മാത്രം പറഞ്ഞു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോ ഫോൺ ഡിസ്കണക്ട് ആയി. ഇങ്ങോട്ട് 2-3 തവണ ട്രൈ ചെയ്തിട്ട് കിട്ടിയതുമില്ല. ഋഷിക്ക് ആശ്വാസമായി. ബന്ധുര ടീച്ചർ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കരുത്. കടത്തിൽ മുങ്ങി നിൽക്കുക ആ കുടുംബം. എല്ലാ ഭാരവും ടീച്ചറിന്റെ ചുമലിലാണ്. എന്റെ ട്യൂട്ടോറിയൽ കോളേജിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ വായിട്ടളിച്ച എന്ത് കിട്ടാനാണ്? എന്റെ ഒരു അപേക്ഷയാണെന്ന് കൂട്ടിയാ മതി. തീരെ നേർത്ത സ്വരത്തിൽ ബാലചന്ദ്രൻ പറഞ്ഞു. രാവിലെ രാജിക്കത്ത് തന്നുള്ളത് നേരാണ്. ഋഷി വേസ്റ്റ് കൂട്ട ബാലചന്ദ്രന് നേരെ ഉയർത്തി. ആ രാജിക്കത്ത് ദാ ഇതിനകത്ത് ഭദ്രമായിരിക്കുന്നത് കണ്ടില്ലേ? ഋഷി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ബാലചന്ദ്രന് അപ്പോൾ മാത്രമാണ് സമാധാനമായത്. അല്ല ബാലചന്ദ്രൻ മാഷ് ബന്ധുരയെ കണ്ടില്ലേ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ജോലി രാജിവെക്കാന്ന് അറിഞ്ഞപ്പോ മുതലുള്ള ടെൻഷനാ. അതുകൊണ്ട് നേരെ ഋഷിയുടെ ക്യാബിനിലോട്ട് പോരുമായിരുന്നു. ഇപ്പഴാ ഒരു സമാധാനമായത്. ഒരു നിമിഷം കഴിഞ്ഞ് ബാലചന്ദ്രൻ ചോദിച്ചു. ഇത്രയും നല്ലൊരു ജോലി ഒരു കാര്യവുമില്ലാതെ കളയുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ചും ടീച്ചർക്ക് ഒരുപാട് ബാധ്യതയുള്ള സ്ഥിതിക്ക്. 1 മാസം മുമ്പ് ദേവനാരായണൻ വന്ന് ബഹളം വെച്ചു എന്ന് ടീച്ചർ പറഞ്ഞു. അതിന്റെ പേരിലാണെങ്കിൽ അന്ന് രാജിവെക്കായിരുന്നു. അന്നത് ചെയ്യാത്ത സ്ഥിതിക്ക് എന്താ ഋഷി പ്രശ്നം? ഋഷികേശ് കുറെ നേരം ഗാഠമായ എന്തോ ചിന്തയിൽ മുഴുകിയിരുന്നു. പിന്നെ മെല്ലെ എഴുന്നേറ്റു. നമുക്ക് പുറത്തു പോയിരുന്ന് സംസാരിക്കാം, എന്താ? അതിനെന്താ? ബാലചന്ദ്രനും എഴുന്നേറ്റു. ബന്ധുര കൗണ്ടറിന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവളെ കണ്ട് ബാലചന്ദ്രൻ നിന്നു.
ബാലചന്ദ്ര സാറ് പോവുക? അവൾ ചോദിച്ചു. പോകാനോ? ഇത്ര ദൂരം വന്നിട്ട് ടീച്ചറിനെ കാണാതെയും സംസാരിക്കാതെയും പോകാനോ? ഋഷിയുമായി ഒരു ചായ കുടിച്ചിട്ട് വരാം. ഋഷിക്ക് പിന്നാലെ ബാലചന്ദ്രൻ നടന്നു. അവർ നടന്നു മറയുന്നത് നോക്കി അവൾ ഏറെ നേരം നിശ്ചലം നിന്നു. ഋഷി സാർ ബാലചന്ദ്ര സാറിനോട് എല്ലാം പറയുമോ എന്ന് ബന്ധുര ഭയന്നു. ഋഷി ബാലചന്ദ്രനെയും കൊണ്ട് തന്റെ വാടക വീട്ടിലേക്കാണ് പോയത്. കാറ് പോർച്ചിൽ നിർത്തിയിട്ട് ഇരുവരും ഇറങ്ങി. പിന്നെ മാഷേ, ഇവിടെ മാഷിനെ സ്വീകരിക്കാനോ ചായ സൽക്കാരം നടത്താനോ ഭാര്യയില്ല കേട്ടോ. വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നതിനിടയിൽ ഋഷി പറഞ്ഞു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി പ്ലേലിസ്റ്റ് പരിശോധിക്കുക. നല്ല നല്ല നോവലുകൾ നിങ്ങൾക്കായി ഇവിടെ കാത്തിരിക്കുന്നു. വീണ്ടും കാണാം. നന്ദി. മറക്കാതെ ഒന്ന് ഹൈപ്പ് ചെയ്ത് ലൈക്ക് കൊടുക്കുക.